ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത് അധ്യായം. നമ്മൾ രാവിലെ ലൂക്കോസിൽ നിന്ന് ചിന്തിച്ചു, പ്രാർത്ഥനയെക്കുറിച്ച് ചിന്തിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാമത് അധ്യായം. എല്ലാ പ്രിയപ്പെട്ടവരും ദയവായിട്ട് ബൈബിള് തുറക്കുക. ബൈബിള് തുറന്ന്, വളരെ പരിചിതമാണ് ആ ഭാഗം. അവിടുന്ന് ദൈവം എന്നെ പറയാൻ വേണ്ടി ബലമേൽച്ചിരിക്കുന്ന ചിന്തകളെ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ലൂക്കോസ് 15. അപ്പോൾ ആ 15-ാം അധ്യായം നമ്മൾ മൊത്തം ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ലൂക്കോസ് 15 അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. സാധാരണ ഇത് അറിയപ്പെടുന്നത് പാരബിൾസ് ഓഫ് ദ ലോസ്റ്റ് എന്നാണ്. ഞാനതിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ലോസ്റ്റ് എന്നുള്ളതാണെങ്കിൽ വേദപുസ്തകത്തിനൊരു സന്ദേശമില്ല. പോയെന്ന് പറയാൻ ഇവിടെ ഒത്തിരി പേരുണ്ട്. എല്ലാവരും പറയുന്നത് പോയി എന്നാണ്. പക്ഷേ ഇത് ലോസ്റ്റ് അല്ല, ലോസ്റ്റ് ആൻഡ് ഫൗണ്ടാണ്. പോയെന്ന് തന്നെയല്ല, പോയതിനെയെല്ലാം കിട്ടിയതിൻ്റെ ചരിത്രമാണ് വേദപുസ്തകം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രത്യാശ കൊടുക്കാൻ കഴിയുന്നത് വേദപുസ്തകത്തിന് മാത്രമാണ്. വേദപുസ്തകം പ്രസംഗിക്കപ്പെടുന്ന സഭയിലാണ് പ്രത്യാശയുള്ളത്. ഇറ്റ്സ് എ സ്റ്റോറീസ് ഓഫ് ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. അപ്പം ലൂക്കോസ് 15 ഇവിടെയുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ലൂക്കോസ് 15 നമ്മൾ കാണുന്നു, ഒന്ന് ഇടയനാണ്. ഇടയന് എത്ര ആട്? 100 ആടുണ്ടെന്നിരിക്കട്ടെ. 100 ആട്. അന്ന് കർത്താവിൻ്റെ സമയത്ത് ഈ അവരവിടെ സമ്പത്തൊക്കെ എണ്ണിക്കൊണ്ടിരുന്നതും ഒക്കെ ആടിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് തന്നെ 100 ആട്, ഇത്രയേർ കാള, അതൊക്കെ ഒരു അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കാണിക്കുക. 100 ആട് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ആടുകളുടെ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. കള്ള ഇടയൻ ചെന്നാവിരുന്ന് കണ്ടിട്ട് ഓടിക്കളയുന്നു. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയ്ക്ക് മുമ്പായിട്ട് നടക്കുന്നു. ഇപ്പം ഇടയനായ ദൈവം പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സങ്കീർത്തനം 23 കുഞ്ഞുങ്ങൾക്കെല്ലാം കാണാപ്പാടം, യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു ഇടയനെക്കുറിച്ച് നാം കാണുകയാണ്. ആ ഇടയനെക്കുറിച്ച് പറയുന്നു, ഇടയന് 100 ആട് ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അതിലെന്തിനെ കാണാതെ പോയാൽ? ഒന്നിനെ കാണാതെ പോയാൽ. ഇവിടെയെല്ലാം നമുക്ക് നമ്മളെ കാണാം. വചനം ഒരു കണ്ണാടിയാണ്, നമുക്ക് നമ്മളെ കാണണം. ഒന്നിനെ കാണാതെ പോയിട്ട് ഇടയൻ്റെ പ്രത്യേകത ആ ഒന്നിനെ തേടി പോകുന്ന ഇടയനാണ്. ഇതാണ് എപ്പോഴും ഇടയ ഹൃദയം എന്നൊക്കെ പറയാം. ഇവിടെ നമ്മൾ കാണുന്ന ഒരു ഇടയൻ്റെ, ദ ഹാർട്ട് ഓഫ് ദ ഷെപ്പേർഡ്, ഇടയൻ്റെ ഒരു ഹൃദയമാണ്. ഒന്നിനെ തേടിപ്പോകുന്ന ഇടയനാണ്. കണക്കുകൾ ഒരിക്കലും ഇടയനെ സന്തോഷിപ്പിക്കത്തില്ല. ഞാനെന്ന വ്യക്തിയാണെ ഒരു പക്ഷേ പറഞ്ഞേനെ, ഒന്ന് പോയാൽ പോട്ട്, ഇനി എത്ര ഉണ്ട്? 99 ഉണ്ട്. 99 ഇടയനെ സന്തോഷിപ്പിക്കുന്നില്ല. ഒന്ന് ഓർത്ത് ദുഃഖിക്കുകയാണ്. ഒന്നിനെ തേടിപ്പോകുന്ന ഇടയനെയാണ് നമ്മളവിടെ കാണുക. ഒന്നിനെ തേടി പോവുകയാണ്. എന്തോരം പോയി? കണ്ട് കിട്ടുവോളം പോയി. ഒന്നുകൂടെ പറഞ്ഞ്, കണ്ട് കിട്ടുവോളം പോയി. കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്തോഷിച്ചു. അതാണ് ഇടയൻ. അപ്പോൾ ദൈവസഭകളെന്നും ഓർക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഞാനൊരു ദൈവദാസനാണ്. ഇത് സഭയുടെ ഉപവാസ പ്രാർത്ഥനയാണ്. ഒരു സൈഡിൽ കൂടെ ഒക്കെ ആൾക്കാരൊക്കെ രക്ഷിക്കപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ കാണേണ്ട വലിയൊരു കാഴ്ചയുണ്ട്. നമ്മളറിയാതെ ഇങ്ങനെ പിന്നാമ്പുറങ്ങളിൽ കൂടെ ഓരോന്നോരോന്നിങ്ങനെ ചോരുന്നുണ്ട്. അതെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെയാണ് ഒരു ഇടയൻ്റെ പ്രത്യേകത. ഇടയൻ ഇങ്ങനെ നോക്കുകയാണ്. ഒന്നിനെ തേടി പോകുന്ന ഇടയനെ കാണുന്നുണ്ട്. ഇടയനാണ് അവിടുത്തെ കൺസെപ്റ്റ്. ഇടയൻ ഒന്നാമത്തേനകത്ത്. രണ്ടാമത്തേനകത്ത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയെ ഞാൻ അമ്മ എന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. ആ സ്ത്രീക്ക് എത്ര ദ്രഹ്മയുണ്ടായിരുന്നു? 10 ദ്രഹ്മയുണ്ടായിരുന്നു. ഈ 10 ദ്രഹ്മയിൽ എന്ത് പോയി? ഒന്ന് പോയപ്പോൾ ആ അമ്മ ചെയ്തത് ഒരു വിളക്ക് കത്തിച്ചിട്ട് ചൂലെടുത്ത് അടിച്ചു വാരി, എന്തുവോളം? കണ്ട് കിട്ടുവോളം. മൂന്നാമത്തേത് ഒരപ്പനാണ്. മൂന്നാമത്തേത് ഒരു ഉപമയല്ല. കാരണം രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നത് ഉണ്ടെന്നിരിക്കട്ടെ എന്നാണ്. ഒരാൾക്ക് 100 ആട് ഉണ്ട് എന്ന് ഇരിക്കട്ടെ. ഒരാൾക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്ന് ഇരിക്കട്ടെ. മൂന്നാമത്തേതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അതിൻ്റെ കൺക്ലൂഷൻ. അവിടെ പറയുന്നു 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അപ്പം മൂന്നാമത്തേത് എന്തല്ല? ഉപമയല്ല, ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ 3 വ്യത്യസ്തമായ സംഭവങ്ങൾ കാണുകയാണ്. ഒന്ന്, ഒരപ്പനാണ്. അപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. ഒന്ന് അമ്മയാണ്. അമ്മയ്ക്ക് എത്ര ദ്രഹ്മ? 10 ദ്രഹ്മ. ഒന്ന് ഒരു ഇടയനാണ്. എത്ര ആട്? 100 ആട്. ഇനി വീണ്ടും ചോദിക്കട്ടെ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണേ. 100-ൽ 1 പോയി. വാട്ട് ഈസ് എ പേഴ്സൻറ്റേജ്? ദൈവമായിട്ട്
ഉറങ്ങരുത്. ഇന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ സാധാരണ പറയും, നിങ്ങൾ ഉറങ്ങരുത്. കാരണം നിങ്ങൾ ഇരുന്നുറങ്ങിയാൽ ഞാൻ നിന്നുറങ്ങി. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. ഞങ്ങളുടെ ഒരു ദിവസം പറയുന്നൊരിതാണ്, ഒരു പണ്ടൊരു ഉപദേശി ഭയങ്കര ക്ഷീണമാണ്, ഞാനൊന്ന് ഇരുന്നുകൊണ്ട് പ്രസംഗിക്കേണ്ട ചോദിച്ചാൽ വിശ്വാസി പറഞ്ഞ് സന്തോഷം, നിങ്ങൾ കിടന്നുകൊണ്ട് കേട്ടോളാം എന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇരുന്നൊക്കെ പ്രസംഗിച്ചാൽ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറേ ഇടയ്ക്ക് കുറച്ച് പിള്ളേരുമായിട്ടൊക്കെ ഇരുന്നുകൊണ്ട് പ്രസംഗം ഭയങ്കര ഇൻട്രാക്ഷനായിരുന്നു. യേശുക്രിസ്തു ഇരുന്നുകൊണ്ടാണ്, ഗുരു ഇരുന്നു എന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇരിക്കാത്തതിൻ്റെ ഒറ്റ കാരണം, നമ്മൾ ഇരുന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? കിടക്കും. അപ്പം നിങ്ങൾ ദയവായിട്ട് മുമ്പ് ഇരുന്ന് ഉറങ്ങരുത് എന്ന് ഞാൻ വിനീതമായി നിങ്ങൾ രാവിലെ തൊട്ട് ക്ഷീണിച്ചവരൊക്കെയാണ്, എന്നാലും ഉറങ്ങാതിരിക്കുക മാക്സിമം നോക്കുക. ഉറങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകും. ഞാനൊരിക്കൽ ഒരു ബുള്ളറ്റ് മേടിച്ചു. ബുള്ളറ്റ് മേടിച്ചത് എൻ്റെ ഒരു കൊതിയായിരുന്നു ബുള്ളറ്റ്. അന്നത്തെ ഒരു ക്രൈസൊക്കെ ഉണ്ടല്ലോ, ബൈക്കിൻ്റെയൊക്കെ ഒരു ക്രൈസ്. അന്നത്തെ ഇപ്പോഴത്തെ ഡ്യൂക്കിൻ്റെയൊക്കെ സ്ഥാനത്ത് അന്നത്തെ ഒരു ക്രൈസായിരുന്നു ബുള്ളറ്റ്. അപ്പോൾ ആ ബുള്ളറ്റ് ഞാൻ എൻ്റെ സ്കൂട്ടർ കൊണ്ട് പണയം വെച്ച് വേറൊരു വണ്ടിയോ ഇച്ചിരി പൈസ കണ്ടിട്ട് വീട്ടിലറിയാതൊരു സ്കൂട്ടറും ബൈക്കൊക്കെ മേടിച്ചുകൊണ്ട് വീട്ടോട്ട് ചെന്നപ്പോൾ അയാൾ വഴക്കൊന്നും പറഞ്ഞില്ല. ഞാൻ ഓർത്ത് വല്ലതൊക്കെ പറയുന്നു. ബൈക്കിൽ ചെന്നിറങ്ങിയപ്പോൾ പപ്പ അങ്ങ് ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു എന്തിനാണ് കളിയാക്കുവാണ് മനുഷ്യ ഒരു വരി? അപ്പോൾ പറഞ്ഞല്ല, ഒരു കഥ ഓർത്താണ്ടാണ്. അവർ ഈ തോട്ടത്തിലായിരുന്നു. അപ്പോൾ തോട്ടത്തിൽ നിന്നും വഴക്കും അടിയൊക്കെയാണ്. ഒരടി ഉണ്ടായിട്ട് വേറൊരു ഇസ്ലാം കൂട്ടുകാരനാണ്, അവർ രണ്ടും കൂടെ വേറൊരു ഉങ്ങിയ സ്ഥലത്ത് അടി പേടിച്ച് പോലീസിനെ പേടിച്ച് മാറിക്കിടക്കുമ്പോൾ അവൻ ഈ ഉറക്കത്തിൽ ചാടി കയറി പുറത്തോട്ട് നെഞ്ചത്തോട്ട് അങ്ങിരുന്നു. ഈ കൂട്ടുകാരൻ ഇരുന്നിട്ട് കയറി പുറത്തോട്ടിരുന്നിട്ട് ചെവിക്ക് രണ്ടും പിടിച്ച് ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുത്തു. ഉറക്കത്തിൽ ഉണർന്ന് ഇവനെ തെള്ളിത്താടിയിട്ടടാ എന്ത് പടാ, അപ്പോഴാണ് അവൻ ഉണക്കുന്നത്, എന്ത് പടാ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടാ സൂര്യടാ, ഞാനൊരു സ്വപ്നം കണ്ടാണ് എൻഫീൽഡ് ബുള്ളറ്റ് മേടിച്ചത്. അപ്പോൾ അവൻ ഈ ചവിട്ടിയത് കിക്കയിലടിച്ചതാണ്, മറ്റേത് ആക്സിലേറ്ററും ക്ലച്ചിലൊക്കെ പിടിച്ചതാണ് ചെവിയിൽ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉറങ്ങിയാലും സ്വപ്നമൊന്നും കാണാതെ ഉറങ്ങുക. അടുത്തിരിക്കുന്നവർക്ക് ചവിട്ട് ഒന്നും കിട്ടാതിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. എല്ലാവരും ഒന്ന് ലൈവായിട്ടൊക്കെ ഇരുന്നേ. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഉറങ്ങരുത്. അപ്പോൾ ഒരാൾക്ക് 100 ആട് ഉണ്ട് എന്ന് ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജ് എത്ര? 100-1 പോയാൽ പേഴ്സൻറ്റേജ് എത്ര? 1%. രണ്ടാമത്തേത് ഗൗരവമാണ്. അടുത്ത സംഭവത്തിലേക്ക് വന്നപ്പോൾ പേഴ്സൻറ്റേജ് ചൂടെ മാറുകയാണ്. 10-1 പോയി പേഴ്സൻറ്റേജ്. 10-1 പോയാൽ എത്ര? നമ്മൾ ദശാംശം കൊടുക്കുന്നതാണ്. എത്ര? 10-1. 100 കിട്ടിയാൽ എത്ര രൂപ കൊടുക്കണം? 10 രൂപ. അതാണ് ദശാംശം. ഇവിടെ 10-1 പോയപ്പം പേഴ്സൻറ്റേജ് എത്ര ആയി? 10% ആയില്ലേ? ഇനിയും 2-1 പോയി, എത്ര ആയി പേഴ്സൻറ്റേജ്? 50% ആയി. ആം ഐ റൈറ്റ്? 50% ആയി. ഇത് വളരെ അലേർട്ടായിട്ട് നോക്കണം. കാരണം കർത്താവ് പറയുന്ന ആ സംഭവത്തിൽ പേഴ്സൻറ്റേജിൻ്റെ റേറ്റ് കൂടുകയാണ്. ഇവിടെയാണ് നമ്മൾ ഈ കഥ വന്നെത്തിയിരിക്കുമ്പോൾ, അല്ല ഉപമകൾ വന്നെത്തിയിരിക്കുമ്പോൾ, നമ്മളിതിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ വന്നെത്തിയിരിക്കുന്ന ഒരു സാഹചര്യം 1% ലോസ്റ്റ് അല്ല, 10% ലോസ്റ്റ് അല്ല. എത്ര പെർസെൻറ്റേജിൻ്റെ വരെ സാധ്യതയാണ്? 50% ലോസ്റ്റിൻ്റെ സാധ്യതയിലാണ് നിൽക്കുന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കണം. നമുക്കറിയാം അതൊരു പരമാർത്ഥമാണ്. കാരണം ഇവിടെ ഇരിക്കുന്ന ആരും വളർന്നു വന്ന ഒരു സാഹചര്യമല്ല ഇന്ന്. പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മാറ്റങ്ങൾ, സോഷ്യൽ മീഡിയ, ഓൺലൈൻ അങ്ങനെയുള്ള കുരുക്കുകളൊക്കെ വന്നപ്പോഴത്തേന് ഡ്രഗ്സിൻ്റെയും പ്രണയങ്ങളുടെയും മറ്റ് ഡിപ്രഷൻ്റെയും ഒക്കെ ലോകത്തോട്ട് ഒരു വലിയ സമൂഹം ഇങ്ങനെ വഴുതിപ്പോയത് നമ്മൾ അറിഞ്ഞോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് എ റിയാലിറ്റി. പേഴ്സൻറ്റേജ് ഓഫ് ലോസ്റ്റ് 1%ൽ നിന്ന് 10-ലെത്തി. അപ്പോഴും നമ്മൾ ഓർത്തു സാരമില്ല. പിന്നെ എത്രയിലെത്തി? 50-ലെത്തി. പണ്ട് ഈ ഹിറ്റ്ലറുടെ കാലഘട്ടത്തിൽ കേട്ടിട്ടുണ്ട്, ഹിറ്റ്ലർ പട്ടാളം വന്ന ഒരാളെ കുറച്ച് പേരെ കൊണ്ടുപോയപ്പോൾ അവരെ ആശ്വസിച്ചു, സാരമില്ല അവർ കൊണ്ടുപോയത് ജ്യൂസിനെയാണ്. പിന്നെ കുറച്ച് പേരെ കൊണ്ടുപോയപ്പോൾ ഞങ്ങളെയല്ല കമ്മ്യൂണിസ്റ്റുകാരെയാണ്. പിന്നെ കുറച്ചപ്പം പറഞ്ഞു സാരമില്ല ഞങ്ങളെയല്ല കത്തോലിക്കരെയാണ്. പക്ഷേ പിന്നെ കൊണ്ടുപോയത് എന്നെയായിരുന്നു. അന്നേരം ആരും ശബ്ദം ഉണ്ടാക്കാനിരുന്നില്ല. കാരണം കാലം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും വല്ലാതെ അലേർട്ടാകണം. പേടിക്കുക എന്നുള്ള വാക്ക് ശരിയല്ല, മോർ അലേർട്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എത്ര പെർസെൻറ്റേജാണ്? 50% ലോസ്റ്റാണ്. ഇതൊരു പരമാർത്ഥമാണ്. ഞാനിന്ന് സുൽപാഷായിട്ട് കുറേ നേരം സംസാരിച്ചു. ദിസ് ഈസ് എ റിയാലിറ്റി. എനിക്ക് ഒത്തിരി സംഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ, ഒത്തിരി പേരുടെ കണ്ണീരിൻ്റെ വെളിച്ചത്തിൽ, ഒത്തിരി കുടുംബങ്ങളുടെ രഹസ്യ വേദനകളുടെ വെളിച്ചത്തിൽ പറയട്ടെ, ദിസ് ഈസ് എ റിയാലിറ്റി. അപ്പോൾ 1% പോയി. 1 പോയത് എവിടുന്നാണ് പോയത്? ഇടയൻ്റെ കൂട്ടത്തിൽ. നമുക്കതിനെ എങ്ങനെ വ്യാഖ്യാനിക്കാം? എവിടുന്ന് പോയി? ചർച്ചിൽ നിന്ന് പോയി. ചർച്ചിൽ നിന്ന് പോയപ്പോൾ ആർക്കും അത്രയും സങ്കടമൊന്നുമില്ലായിരുന്നു. മോനെന്താ, അവനൊത്തിരി അസൈൻമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, വീട്ടിലുണ്ട്, ആരെയും അത്രയും ബുദ്ധിമുട്ടിച്ചില്ല. പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ചർച്ചിൽ കാണാതായാൽ കുറച്ച് കഴിഞ്ഞാൽ എവിടുന്ന് കാണാതാകാം.
വീട്ടിൽ നിന്ന് കാണാതെ. അതുകൊണ്ട് എല്ലാവരും ഉറപ്പാക്കണം, ചുറ്റിപ്പറ്റി എവിടെ തന്നെ നിൽക്കണം, ചർച്ചിൽ തന്നെ കാണും. മാക്സിമം എല്ലാവരും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. കാരണം ഈ ചർച്ചിൽ കാണാതെ പോകുമ്പോൾ അത്രയും നമ്മൾ സീരിയസ് അല്ല. ചർച്ചിൽ കാണാതെ പോകുമ്പോഴാണ് കാലക്രമത്തിൽ എവിടെ നിന്ന് ഇല്ലാതാകുന്നത്, വീട്ടിൽ നിന്ന് ഇല്ലാതെ. അടുത്തത് പോയത് എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ്. വീട്ടിൽ അമ്മ ഒരു 10 ദിരഹ്മയുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പോയപ്പോൾ ഈ ദിരഹ്മ പോയെന്ന് അറിഞ്ഞപ്പോൾ അമ്മ പെട്ടെന്ന് വിളക്ക് കത്തിച്ചിട്ട് ഒരു ചൂലെടുത്തിട്ട് അടിച്ചു. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് താഴെ പോയിട്ട് കട്ടിലടിയിലൊക്കെ ഉരുണ്ട് പോയാൽ നമ്മളൊരു കൈയെത്തത്തില്ലെങ്കിൽ എന്ത് എടുക്കും? ചൂലെടുക്കും. ചൂലെടുത്ത് ഇങ്ങനെ അടിക്കുമ്പോൾ ടിങ് എന്നൊരു ശബ്ദം കേൾക്കാം. അതിൻ്റെ അർത്ഥം ഈ ചൂല് ചെന്ന് ആ സാധനത്തെ എന്ത് ചെയ്തു? മുട്ടി. അപ്പോൾ ഇവിടെ ചൂലെടുത്ത് അടിച്ചു കിട്ടിയെന്ന് പറയുമ്പോൾ ഒരു കാര്യം, അവിടെ ഒരു ഹോപ്പാണ്. ചൂലിൻ്റെ അറ്റം ചെല്ലാത്ത ഒരു ദൂരത്തിലും ആരും പോയിട്ടില്ലെന്നുള്ളൊരു ഉറപ്പ്. അമ്മയുടെ ചൂലിൻ്റെ അറ്റത്തുണ്ട് എല്ലാവരും. ആ ചൂലെന്താണ്? അതാണ് ഈ ഉപവാസവും പ്രാർത്ഥനയൊക്കെ. ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ അമ്മ ചൂലെടുത്ത് അടിച്ചാൽ എന്തായാലും കിട്ടും. ആ ഉറപ്പുള്ളവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താണ്. അമ്മയുടെ ചൂലിൻ്റെ അറ്റത്ത് അതുണ്ട്, അതിൻ്റെ ദൂരത്തേക്ക് എന്ത് ചെയ്തിട്ടില്ല? പോയിട്ടില്ല. അപ്പോൾ ഒന്നാമത്തേത്, തേടിപ്പോകുന്ന ഒന്നിനെ ഓർത്ത് വേദനപ്പെടുന്ന ഒരിടയൻ, ആത്മഭാരമുള്ള ഇടയൻ. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സഭ ആത്മഭാരമുള്ളത് കൊണ്ടാണ് ഈ സഭയെ ദൈവം ഇത്രയൊക്കെ കൊണ്ടുവന്നത്. അതിനുവേണ്ടി ഉപവാസങ്ങൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അത്രയും ദിവസങ്ങളുടെ വില, നിരന്തരമായ പ്രാർത്ഥനകളും ഉപവാസങ്ങളും ഒന്നും അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല. ഒത്തിരി വില അതിനുവേണ്ടി കൊടുക്കണം. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഉപവസിക്കുക? ഒരു കാര്യമാണ്, ഇത് തേടിപ്പോക്കലാണ്. കളഞ്ഞു പോയതിനെ തേടി പിടിക്കുന്നതാണ് പ്രാർത്ഥനയും ഉപവാസമൊക്കെ. അമ്മ ഇങ്ങനെ ചൂലെടുത്ത് അടിച്ചപ്പം അമ്മയുടെ ചൂല് അവിടെ മുട്ടി. ഒരു കാര്യം എല്ലാ അമ്മമാരും അറിയുക, നമ്മുടെ എല്ലാം കയ്യിൽ കർത്താവ് ഒരു ചൂല് തന്നിട്ടുണ്ട്. അത് പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ഒക്കെ ചൂലാണ്. അതെടുത്ത് അടിച്ചാൽ കിട്ടുന്ന ദൂരത്തിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എങ്ങനെയെങ്കിലുമൊക്കെ കർത്താവ് പിടിച്ച് കൊണ്ടുവരും. പക്ഷേ അമ്മ ചൂലെടുക്കണം. ഒരു നല്ല ഓർമ്മ അനുഭവത്തിൽ വരിക്കുന്നു. ശുശ്രൂഷയിൽ ഒരു യോഗം നടക്കുകയാണ്, ഒരു ചർച്ചിലാണ്. അവിടെ അങ്ങനെ യോഗം നടക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷം. 8:30 യോഗം തീർക്കണം. പക്ഷേ അന്ന് അത് തീർന്നില്ല, 12 മണി വരെ നീണ്ടു. കുടുംബങ്ങളായി നിന്ന് പ്രാർത്ഥിക്കുന്നു, കരയുന്നു. അതിനിടയ്ക്ക് യോഗം കഴിഞ്ഞ് ഇങ്ങനെ വരും, ഭയങ്കര അന്തരീക്ഷവും, കണ്ണീരോടെ പ്രാർത്ഥിക്കുക. യോഗാനന്തരം ഞാൻ ഇറങ്ങി വരുമ്പോൾ ദൂരെ ഒരമ്മ നിൽപ്പുണ്ട്, ആഠ്യത്തമുള്ളൊരമ്മ. എനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ട്. എന്താ അമ്മ? അമ്മ കണ്ണീരോടെ പറഞ്ഞു, പാസ്റ്റേ ഭയങ്കര സന്തോഷം. എന്താ ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ ഭയങ്കര മനപ്രയാസത്തിലാണ് വന്നിരിക്കുക. കുഞ്ഞ് പുറത്താണ് പഠിക്കുക. പഠനം കഴിഞ്ഞ് അത് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം കൂട്ടത്തിൽ ഒരു പയ്യനുണ്ട്. അവനൊരു വിശ്വാസിയല്ല, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ആ കുരുക്കിൽ കുഞ്ഞ് പെട്ടിരിക്കുകയാണ്. ആ പ്രണയ കുരുക്കിൽ കുഞ്ഞ് പെട്ടിരിക്കുകയാണ്. അമ്മയ്ക്കത് മനസ്സിലായി. പക്ഷേ കുഞ്ഞിനോട് സംസാരിച്ചപ്പം പറഞ്ഞു, മമ്മ വാട്ട് ആർ യു ടെല്ലിങ്, വാട്ട് യു മീൻ ബൈ ദാറ്റ്, വി ആർ വെരി ഗുഡ് ഫ്രണ്ട്സ്, ഐ നോ ഹൗ ടു ഹാൻഡിൽ, ഐ ആം മെച്യൂർഡ് ഇനഫ്. അമ്മ വൈ ആർ ഡൗട്ടിങ് മീ. അമ്മയ്ക്കറിയാം ഇതൊന്നും മെച്യൂർഡല്ലെന്ന്. അമ്മയ്ക്കറിയാമല്ലോ മെച്യൂർഡ്, കാരണം അമ്മ കുറേ കൂടെ പ്രായമുള്ള അമ്മയല്ലേ. അമ്മ പറഞ്ഞു, ഇതൊന്നും മെച്യൂരിറ്റി ഒന്നും അല്ല മക്കളെ, ഇതൊക്കെ അപകടമാണ്, ഒന്നുമില്ല അമ്മ. പക്ഷെ അമ്മ പേടിയാണ്. അമ്മ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയുടെ കോളി പട്ടപ്പെട്ടാന്ന് കൊച്ചിൻ്റെ കോൾ നോക്കിയപ്പോൾ ഒത്തിരി കോള്. അമ്മ തിരിച്ചു വിളിച്ചു. അപ്പോഴത്തേന് 10-11 രൂപ. ഇവിടെ ഭയങ്കര പ്രാർത്ഥന നടക്കുക. അസാമാന്യ ദൈവസാന്നിധ്യം, അസാധാരണ ഒരു ദൈവപ്രവൃത്തി. ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ റെയർലി അനുഭവിച്ചിട്ടുള്ളൊരു ദൈവസാന്നിധ്യം. മഞ്ഞുപോലെ ഇറങ്ങി നിൽക്കുക. കുഞ്ഞുങ്ങൾ വരെ ആത്മാവിലിങ്ങനെ കരയുകയാണ്. അപ്പം അമ്മ ഈ കുഞ്ഞിനെ വിളിച്ച് ചോദിച്ചു. അപ്പം കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മ എവിടാ? അമ്മ പറഞ്ഞു, എവിടാ? ചർച്ചില്ല. 11 മണിക്ക്. അമ്മ ചർച്ച് എന്തെടുക്കുക? പ്രാർത്ഥിക്കുക. ഭയങ്കര പ്രാർത്ഥനയാടി കൊച്ചെ, പിള്ളേർക്ക് വേണ്ടി. അമ്മയും കരഞ്ഞ് പ്രാർത്ഥിക്കുക. സന്തോഷമായല്ലോ, നിങ്ങൾക്ക് സമാധാനമായില്ലോ. എന്താ പറ്റി നിങ്ങൾക്ക്? നിങ്ങൾ പ്രാർത്ഥിച്ച് മനുഷ്യനെ നിങ്ങൾക്ക് സമാധാനം ആയില്ല. എന്നെ പറ്റിയടി കൊഞ്ഞേ. ആ ചെറുക്കം വിളിച്ച് പറഞ്ഞു, ഈ ബന്ധം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചേക്കാം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഈ ഫോൺ പിടിച്ചുകൊണ്ട് തന്നെ അമ്മ കേൾക്കുന്നു, അവൾ വാഷ്റൂമിൽ പോയി ഇട്ടിട്ട് കൊടൽ പറഞ്ഞ് ഛർദ്ദിക്കുന്നത്. ഏതോ ഒരു ബന്ധനം അഴിഞ്ഞു പോവുക. ഒരു കാര്യം, അമ്മ ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് ദൂരെ ചൂല് മുട്ടിയെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, ചൂലെടുക്കുന്ന അമ്മയുണ്ടെങ്കിൽ ആ ദ്രഹ്മയുടെ അറ്റത്തി എന്ന് മുട്ടും. എന്തുവരെ ഉപസിക്കണം? കണ്ടു കിട്ടുന്നത് വരെ ഉപസിക്കണം. ഇതാണ് അമ്മ.
അമ്മ കണ്ടു കിട്ടുന്നിടം വരെ എന്ത് ചെയ്തു? ഉപവസിച്ചു. ഇനി മൂന്നാമത്തേത് ഒരു അപ്പനാണ്. ആ സംഭവത്തിൽ പറയുന്നു ഉണ്ടായിരുന്നു. ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി. ഒരപ്പന് 2 മക്കൾ ഉണ്ടായിരുന്നു. അവിടെ എന്താ കാണുക? അപ്പന് ആ മോൻ വന്നിട്ട് അപ്പനോട് എന്ത് ചോദിച്ചു? സ്വത്ത് ചോദിച്ചു. സ്വത്ത് നമുക്കറിയാം. സ്വത്ത് എപ്പോഴാണ് അപ്പന് കൊടുക്കുക? ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ, ഇവിടെ കൂടുതലും മലയാളി ക്രിസ്ത്യൻസ് അല്ലേ, ക്രൈസ്തവ പാരമ്പര്യത്തിൽ അപ്പൻ സ്വത്ത് കൊടുക്കുന്നത് എപ്പോഴാണ്? അപ്പൻ്റെ സ്വത്ത് മോന് കിട്ടുന്നത് എപ്പോഴാണ്? തീരുമ്പോഴാണ്, കാലശേഷം. അപ്പോൾ എല്ലാവരും പറയുന്നത് നേരത്തെ കൊടുക്കണം. നേരത്തെ കൊടുത്ത പലരും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറ്റിയ അബദ്ധം നിനക്ക് പറ്റില്ല. എപ്പോഴും ഒരു പിടി നമ്മുടെ ഇരിക്കണം. കുറഞ്ഞ പക്ഷം മേലാദായമെങ്കിലും നമ്മുടെ ഇരിക്കണം. ഇല്ലെങ്കിൽ അതൊക്കെ പണിയാന്നാണ് പറയുക. ചെറുക്കം കുഴപ്പമില്ലെങ്കിലും പെണ്ണെങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. ഇനി പെണ്ണിന് കുഴപ്പമില്ലെങ്കിലും എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒരു പിടി എപ്പോഴും ഇരിക്കുന്നതല്ല എന്നാണ് പൊതുവെ കാരണന്മാരെല്ലാം പറയുന്നത് അല്ലേ. എന്തും ആയിക്കോട്ടെ. പക്ഷേ ഇവൻ ജീവിച്ചിരിക്കുമ്പോഴേ സ്വത്ത് ചോദിച്ചു. അപ്പം സ്വത്ത് കൊടുത്തു. നിർബന്ധമില്ലാഞ്ഞിട്ട് കൊടുത്തായിരിക്കാം. അതിൻ്റെ അർത്ഥം ഇവൻ്റെ അകത്ത് ആര് മരിച്ചു? അപ്പൻ മരിച്ചു. അതാണ് സത്യം. ഈ പിള്ളേരൊക്കെ ഇറങ്ങിപ്പോകുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അകത്ത് ആര് മരിച്ചു? അപ്പനും അമ്മയും മരിച്ചു. ഞാൻ എത്ര എണ്ണത്തിൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടെന്നല്ലോ ഇറക്കാനൊക്കെ. അപ്പോൾ പോലീസുകാർ വേണ്ടി നിനക്ക് അമ്മയുടെ കൂടെ പോവല്ലോ, അല്ലെ അപ്പൻ്റെ കൂടെ പോ. അവരെന്നാ ചെയ്താൽ എനിക്ക്? അവരെന്നെ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പോൾ ഈ കൊടുത്തതിൻ്റെ ഒക്കെ പേരെന്തോ? എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുക? അന്നും രാവിലെ ഇഡലി വായിച്ച് വെച്ച് കൊടുത്താന്ന് അമ്മ പറയും. അന്നും രാവിലെ പോകാൻ നേരത്ത് ഇഡലി വാരി കൊടുത്താണ് സമയം പോയോ. അതിൻ്റെയൊക്കെ പേര് പിന്നെ എന്തുവാ? പക്ഷേ ഇത് പോകുന്ന ഒറ്റ കാര്യം കൊണ്ട് അകത്ത് ആര് മരിച്ചു? അപ്പൻ മരിച്ചു. പക്ഷേ എല്ലാ മക്കളും അറിയേണ്ട ഒരു കാര്യമുണ്ട്. അവരുടെ അകത്ത് അപ്പം മരിച്ചാലും അപ്പൻ്റെ അകത്തൊരിക്കലും മക്കൾ മരിക്കത്തില്ല. അപ്പൻ്റെ അകത്ത് അപ്പം മരിക്കും, പക്ഷേ അപ്പൻ്റെ അകത്തൊരിക്കലും ആരും മരിക്കില്ല, മക്കൾ മരിക്കില്ല. കാത്തുകാത്തിരിക്കും. ഇത് തന്നെയാണ് ദൈവസ്നേഹം. നമ്മുടെ അകത്ത് ക്രിസ്തു മരിച്ചിട്ടും ക്രിസ്തുവിൻ്റെ അകത്ത് നമ്മൾ മരിക്കാഞ്ഞുകൊണ്ടാണ് നമ്മളെ തേടി ക്രിസ്തു സ്വർഗം വിട്ടു വന്നത്. ഇന്നും തേടുകയാണ്. ഭൂമിയുടെ ഉദയം മുതൽ അസ്തയം വരെ വിളിക്കുക, തേടുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയും തേടുകയാണ്. ഇന്ന് രാത്രി ലൈവിലൂടെ കാണുന്നവരോടും തേടുകയാണ്. അപ്പോൾ എല്ലാവരും ആത്മാവിങ്ങനെ തേടിപ്പോവുക. നമ്മുടെ അകത്ത് ക്രിസ്തു മരിച്ചെങ്കിലും ക്രിസ്തുവിൻ്റെ അകത്ത് ആരുണ്ട്? നമ്മളുണ്ട്. അപ്പൻ മരിച്ചാലും അപ്പൻ്റെ അകത്ത് മക്കളുണ്ട്. ഈ മോൻ അങ്ങ് ദൂരെ പോയി. അപ്പോൾ അടുത്ത ഒരു വളരെ ഗൗരവമുള്ളൊരു കാര്യം ഓർത്തണേ. ചർച്ചിൽ നിന്ന് ഇറങ്ങിയാൽ എവിടുന്ന് ഇറങ്ങാം? വീട്ടിൽ നിന്ന് ഇറങ്ങാം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എവിടുന്നും പോകും? നാട്ടിൽ നിന്ന് പോകും. പടിയിറക്കം തുടങ്ങുന്ന ആദ്യം എവിടുന്നാണ്? ചർച്ചിൽ നിന്ന്. അതുകൊണ്ട് എല്ലാവരും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് നിന്നോണം. ഏത് പ്രാർത്ഥന ഉണ്ടെങ്കിലും വരണം. ഏത് യൂത്ത് മീറ്റിംഗ് ഉണ്ടെങ്കിലും അങ്ങ് വിടണം. ചുമ്മാ അത് അവിടെയൊക്കെ പോയി നിൽക്കട്ടെ. അവൻ എന്തോത്തിന് പോയെന്ന് നമുക്കറിയത്തില്ല. അവിടെയൊക്കെ നിൽക്കട്ടെ. ചുറ്റിപ്പറ്റി ചർച്ച നിൽക്കണം. ചുറ്റിപ്പറ്റി ചർച്ചിലുമായിട്ട് ബന്ധപ്പെട്ടോണം. എന്താ കാര്യം ചോദിച്ചാൽ ചർച്ചിനെ പിടിച്ച് നിർത്തുന്ന ഒരു ഫോക്കസാണ് മക്കളെയൊക്കെ. അപ്പോൾ അങ്ങ് ദൂരെ പോയിട്ട് അവൻ്റെ എല്ലാം തീർന്നു. അവന് മുട്ടു വന്നു. അപ്പോൾ അവൻ പന്നിയെ വളർത്തിനെടുത്ത് ചെന്നു. എന്നിട്ടും അവന് വിശന്നു. അപ്പോൾ അവൻ ആരെ ഓർത്തു? അപ്പൻ്റെ വീടിനെ ഓർത്ത്. അപ്പോൾ നമുക്ക് 3 പേരെ ഇവിടെ കാണുന്നുണ്ട്. ഒരു ഇടയൻ, ഞാനതിന് പാസ്റ്റർ എന്ന് വിളിക്കുക. സീനിയർ പാസ്റ്ററുകളൊക്കെ ഇരിക്കുന്ന സദസ്സിൽ പറയട്ടെ, പാസ്റ്റർ. 2 ഒന്നിനെ തേടുന്ന പാസ്റ്റർ, ആത്മഭാരമുള്ള പാസ്റ്റർ. 2 ചൂലെടുക്കുന്ന ഒരു അമ്മ. 3-മത്തേത് ഒരപ്പൻ. ഈ അപ്പനെ വിട്ടിട്ട് അങ്ങ് ദൂരെ പോയിട്ട് എല്ലാം പോയി. സിൻ ഷാൽ ഷ്രിങ്ക് യു എന്നൊരു ചൊല്ലുണ്ട്. പാപം ഇങ്ങനെ ചുരുക്കും. സിൻ ഷാൽ ഷ്രിങ്ക് യു. ഓക്കുമരത്തോളം ഉയരം ഉണ്ടായിരുന്നാണ് പറയുന്നത് ആദ്യ മനുഷ്യന്. പക്ഷെ പാപം ചെയ്ത് ചെയ്യുന്നു ഇപ്പം വന്നിട്ട് 5-6 അടി പൊക്കം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കും, വലിയ കാര്യമാണ്. പക്ഷെ ഓക്കുമരം വരെ ഉയരം ഉണ്ടായിരുന്നു പോലും, മനുഷ്യന് ഉയരം ഉണ്ടായിരുന്നു പോലും. പാപം ഇങ്ങനെ ചുരുക്കിക്കൊണ്ടേയിരിക്കും. ആയുസ് ചുരുക്കി, പൊക്കം ചുരുക്കി, എല്ലാം ചുരുക്കി, സമ്പത്തും ചുരുക്കി. ഇവൻ അങ്ങ് ദൂരെ പോയി. മുട്ട് വന്നപ്പോഴാണ് അവൻ ആരെ ഓർത്തത്? അപ്പനെ ഓർത്ത്. അപ്പനെ ഓർക്കാൻ ഒരു കാര്യമുണ്ട്. അവൻ പറഞ്ഞ എന്താണെന്നറിയാമോ? അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർ തിന്നിട്ട് എന്ത് ചെയ്യുന്നു? ശേഷിപ്പിക്കുന്നു. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കൂലിക്കാർ തിന്നിട്ട് ശേഷിപ്പിക്കുന്ന വീട്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, കുമരൻ എന്നും കഞ്ഞി എവിടാ? കുമ്പിളിലാണ്. നിങ്ങൾക്ക് അർത്ഥം അറിയാമോ? ഇല്ല. അറിയാമോ? അടിയാനും തപ്രാനും ഒക്കെ ഉള്ള നാട്ടിൽ അടിയന്മാരിങ്ങനെ വരുമ്പോൾ മുറ്റത്ത് കുഴി കുത്തിയിട്ട് കുമ്പിൾ കുത്തിയിട്ട് അതിനകത്തോട്ടാണ് എന്തോ ഒഴിക്കുക?
കഞ്ഞി ഒഴിക്കുക, എന്നും കഞ്ഞി എവിടാ? കുമ്പിളില്ല. അവസാനം ഇത്ര പറ നല്ല കൂരി പോടാന്ന് പറഞ്ഞൊരടിയും കൊടുത്ത് വിടും. അവൻ കരഞ്ഞുകൊണ്ട് പോകും. അന്നേരം ആ ചങ്ങമ്പുഴയൊക്കെ പാടിയേ, മലയപ്പുലേന്തൻ മാടത്തിൻ മുറ്റത്തു മഴ വന്ന നാളൊരു വാഴ നട്ടു, മഴയങ്ങ് നിന്നപ്പം മാനം തെളിഞ്ഞപ്പം മലയൻ്റെ മാടത്ത പാട്ട് പാടി. അന്ന് പഠിച്ചായിരുന്ന ഈ ഗതികളൊന്നും വരത്തില്ല. എന്നാലും മലയൻ്റെ മാടത്ത പാട്ട് പാടി. പിന്നെ ഇങ്ങനെ ആ പാട്ട് അവസാനിക്കുമ്പോൾ തമ്പ്രാൻ വന്ന് വാഴക്കൊല എന്ത് ചെയ്യുക? വെട്ടിക്കൊണ്ട് പോവുക. ആ കരുമാടിക്കുട്ടന്മാരിങ്ങനെ വാഴക്കൊല ഇപ്പം വരുമെന്ന് നോക്കിയിരിക്കുമ്പോൾ, അത് പറിച്ച് കഴിക്കാമെന്ന് നോക്കിയിരിക്കുമ്പം താണ്ട് തമ്പ്രാൻ വന്ന് വാഴക്കൊല വെട്ടിക്കൊണ്ട് പോവുകയാണ്. കണ്ണീരോടെ കരുമാടിക്കുട്ടന്മാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. ചങ്ങമ്പുഴ പാടുകയാണ് വാഴക്കൊല. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൂലിക്കാരൻ്റെ നിലവിളിയൊക്കെ ഒത്തിരി ഇടത്തുണ്ട്. പക്ഷേ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, കൂലിക്കാരുടെ എന്തില്ല? നിലവിളിയില്ലാത്ത വീട്. ഒരു കാര്യം ഉറപ്പാണ്, കണ്ണീര് വീണിട്ടില്ലെങ്കിൽ എവിടെ പോയാലും തിരിച്ചു വരും. കണ്ണീര് വീണിട്ടില്ലെങ്കിൽ എവിടെ പോയാലും തിരിച്ചു വരും. ക്ഷമിക്കണേ, ഒരു 10,000-2000 പേര് തിങ്ങിക്കൂടിയ ഒരു സദസ്സിൽ ഞങ്ങളുടെയൊക്കെ ബന്ധപ്പെട്ട ഒരു കൺവെൻഷനാണ്. എളിയവനൊരു ചോദ്യം ചോദിച്ചു, എൻ്റെ വീട്ടിലൊരു ദൈവദാസൻ്റെ കണ്ണീരോ അല്ലെങ്കിൽ ഒരു ആരുടെയും കണ്ണീര് വീണിട്ടില്ലെന്ന് ഉറപ്പുള്ളവരൊന്ന് സ്തോത്രം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒറ്റ കര ഉയർന്നില്ല. പക്ഷേ ഇവിടെ ഉറപ്പാണ്, ഈ മോന് അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാരൻ്റെ എന്തില്ല? കണ്ണീരില്ല. കൂലിക്കാരൻ്റെ കണ്ണീരില്ലാത്തവൻ എവിടെ പോയാലും തിരിച്ചു വരും. അവൻ തിരിച്ചു വന്നു. തിരിച്ചങ്ങ് ദൂരേന്ന് വന്നപ്പോൾ ഈ അപ്പൻ ഓടിച്ചെന്നു. ഈ അപ്പനിങ്ങനെ വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുക. ഇതാണ് അപ്പൻ. വഴിക്കണ്ണുമായിട്ട് ഇങ്ങനെ കാത്തിരുന്നപ്പോൾ ദൂരെ നിന്ന് വന്നപ്പോൾ അപ്പൻ ഓടി ചെന്നിട്ട് അവൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് അങ്ങനെ എഴുതിയിരിക്കുക. ഇന്നത്തെ അപ്പനാണെ കഴുത്തിന് കുത്തിപ്പിടിക്കുക. പക്ഷേ ആ അപ്പൻ കഴുത്തിന് എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച്. താണ്ട് 4 വർഷം പോയിട്ട് ഒറ്റ പേപ്പറില്ല തിരിച്ച് തന്നിക്കുക. അയ്യ, അന്ന് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? കഴിച്ചു, കുറവാക്കണ്ട, നല്ല അമ്മ ചോറ് വെച്ചിട്ടുണ്ട്, തിന്നാട്ട്, തിന്നടാ തിന്ന്, അത് മാത്രം കുറയ്ക്കല്ലേ എന്നീ അപ്പം പറഞ്ഞേനെ. പക്ഷേ ഈ അപ്പം പറഞ്ഞു അവന് വേഗം ഉടുപ്പ് കൊടുക്കുക. എനിക്ക് അപ്പനോട് ഭയങ്കര ദേഷ്യം തോന്നി. ഏറ്റവും മിനിമം അവനെ ഒന്ന് കഴുകിച്ചിട്ട് വേണ്ടേ ഉടുപ്പിടിക്കാൻ? ഇത്രയും വൃത്തികെട്ട പന്നീരുടെ വരുന്നവനെ മുഖത്തോട്ടൊരു പുതിയ ഉടുപ്പിടുമ്പം പഴയ ഉടുപ്പ് ഒന്ന് വൃത്തിയാക്കി കുളിപ്പിച്ചിട്ടുണ്ടേ. പക്ഷെ അപ്പനോട് പറഞ്ഞു, എനിക്കൊരു പ്രത്യേകതയുണ്ട്, അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്. ആയിരിക്കുന്ന അവസ്ഥയിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരപ്പനുണ്ട്. എന്താണോ ആ അവസ്ഥയിൽ, അതാണ് ഈ അപ്പൻ്റെ സ്നേഹം. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്. കർത്താവ് ഇങ്ങനെ ആ അപ്പനിങ്ങനെ കെട്ടിപ്പിടിച്ചു. നമ്മുടെ ക്രിസ്തുവിൻ്റെ പ്രത്യേകത കണ്ടീഷൻ പറയാതെ അൺകണ്ടീഷണലി ആയിരിക്കുന്ന അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്ന ദൈവസ്നേഹത്തെയാണ് ഇന്ന് രാത്രി പറയാനുള്ളത്. നമ്മുടെ രഹസ്യ ജീവിതം എന്തോ ആകട്ടെ, നമ്മുടെ അവസ്ഥ എന്തോ ആകട്ടെ, എപ്പോഴെങ്കിലുമൊക്കെ ഇത് ലൈവിൽ കേൾക്കുന്നവരെ, നിങ്ങളുടെ അവസ്ഥകൾ എന്തോ ആകട്ടെ, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവസ്നേഹമുണ്ട്. അതാണ് ഈ അപ്പൻ. അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്. ചേർത്ത് പിടിച്ചിട്ട് അവൻ്റെ കൈ മുദ്ര ഇടിയിച്ചു, അവൻ്റെ കാലിൽ എന്താ ഇടിച്ചു? ചെരിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വേഗം പോയിട്ടൊരു തടിച്ച എന്തിറക്കണം? കാളക്കുട്ടി ഇറക്കണം. നിങ്ങൾക്ക് എല്ലാ സംഭവം അറിയാം. തടിച്ച കാളക്കുട്ടി, ഫാറ്റഡ് കാഫ്. എനിക്ക് അതിനെ കിട്ടിയ ഒരറിവ്, വണ്ണമുള്ള കാളക്കുട്ടി എന്നുള്ള അർത്ഥമല്ല, നല്ല മേധസ്സുള്ള കാളക്കുട്ടി എന്നുള്ള അർത്ഥമല്ല. എ കാഫ് വിച്ച് ഈസ് സെപ്പറേറ്റഡ്, സെറ്റ് അപ്പാർട്ട് ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഫാറ്റഡ് കാഫ്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാറ്റി നിർത്തപ്പെടുന്ന കാഫിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫാറ്റഡ് കാഫ്. അങ്ങനെയാണെങ്കിൽ ഈ മോൻ പോയപ്പം മുതൽ അപ്പനൊരു കാളക്കുട്ടിയെ മേടിച്ചു. കണ്ണീര് വീണിട്ടില്ല കർത്താവേ എൻ്റെ വീട്ടിൽ. പിന്നെ എന്താ അവനങ്ങനെ പോയേ? ഒരു കാളക്കുട്ടിയെ മേടിച്ചിട്ട് അത് നോക്കാൻ ഒരാളെ ഏൽപ്പിച്ചു എന്ന് ഞാനങ്ങ് വിശ്വസിക്കുക. നല്ല പുളുമ്പടി കൊടുക്കണം, നല്ല പിണ്ണാക്ക് കൊടുക്കണം, നല്ല പോലെ പോച്ച തീറ്റിക്കണം, എന്നും കുളിപ്പിക്കണം. അപ്പോൾ അയാൾ ചോദിച്ചു, എന്തിനാ? എൻ്റെ മോൻ ഒരു ദിവസം വരും, അന്ന് ഇതിനെ അറക്കണം, ഇടയ്ക്കിടയ്ക്ക് ഇതിനെ പോയൊന്ന് തപ്പും, എന്നിട്ട് പറയും, വരുമടാ എൻ്റെ മോൻ, അന്ന് നിന്നെ അറക്കും. പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല, പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല, പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. എവിടെ പോയാലും മടക്കി വരുത്തുമെന്ന്. അപ്പം 50% ലോസ്റ്റ് എന്നല്ല അവിടെ പറയുക, ലോസ്റ്റ് ആൻഡ്
പ്രൊഫൗണ്ടാണ്. ഇതിന് 3 കൂട്ടർ വേണം. 1 ഇടയൻ, 2 അമ്മ, 3 വഴിക്കണ്ണുള്ള അപ്പൻ. വെറും അമ്മ അല്ല, ക്ലബ് ലേഡി അല്ല, ഷോപ്പിംഗ് മാം അല്ല, പിന്നെ അടിച്ചു പൊളിക്കുന്ന അമ്മയല്ല. എനിക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. പിള്ളേരൊക്കെ DJ ഡാൻസ് കളിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എല്ലാം കൂടി ഇങ്ങനെ അടിച്ചു പൊളിക്കുന്ന അമ്മയുടെ കാര്യമൊന്നും അല്ല ഇവിടെ പറയുക. മുട്ടയിൽ നിന്ന് വിളക്ക് കത്തിച്ചൊരമ്മ, ആ സാക്ഷിയൊക്കെയാണ് ഇപ്പോൾ. ഇവരൊക്കെ ഉണ്ടെങ്കിൽ നഷ്ടത്തില്ല. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ അപ്പോൾ ഒരു ദർശനം കണ്ടു. അതാണ് പാസ്റ്റർ പറഞ്ഞത്, ഇതൊരാൺകുട്ടിയായിരിക്കും, ഞാനൊന്ന് വയറ്റി. ഇതിൻ്റെ 20ാമത്തെ വയസ്സിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രസംഗിക്കും. പിന്നെ അന്ന് കർത്താവിൻ്റെ വേല പോലും അല്ല, ബിസിനസ്സുണ്ട്, വേല വിട്ടു. അപ്പോൾ എന്നെ കാണുമ്പോഴെല്ലാം പറയും ഞാനും ഇവനും കൂടി പ്രസംഗിക്കും. എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്ന് ഞങ്ങൾ ഹോള് പണിയാണ്. ഹോള് പണിയുമ്പോൾ അതിൻ്റെ തട്ടടിച്ചുകൊണ്ടിരിക്കുക, പഴയ ഹോള്, പാസ്റ്ററുകളൊക്കെ വന്ന് ശുശ്രൂഷിക്കുന്ന ഹോള്. അപ്പോൾ അവിടെ തട്ടടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവധിയാണ്, എല്ലാവരും ശ്രമദാനം ഞാനും ചെയ്യും. 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് വന്നു. അന്ന് 10th അല്ല, SLCയാണ്. അപ്പോൾ അന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇപ്പോഴത്തെ പോലെ എല്ലാവർക്കും A+ അല്ല. ആ സ്കൂളിലൊന്ന് 5 or 6 ഫസ്റ്റ് ക്ലാസ് കാണത്തുള്ളൂ. 2 ഡിസ്റ്റിങ്ഷൻ, 5 ഫസ്റ്റ് ക്ലാസ്, 4 സെക്കൻഡ് ക്ലാസ്, ബാക്കി തേർഡ് ക്ലാസ്. അപ്പോൾ ആ സമയത്ത് മാർക്കൊക്കെ കിട്ടിയോണ്ട് പിറ്റേ ദിവസം അപ്പോൾ ഞാൻ റിസൾട്ട് അറിഞ്ഞിട്ട് വരിക, നെറ്റിലല്ല, അന്ന് പ്രൈവറ്റ് പാരൽ കോളേജ് റിസൾട്ട് വരും. ആ റിസൾട്ട് മേടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ റോഡിൽ നടന്ന് വരുന്നു, ഒരു നൈറ്റിയൊക്കെ ഇട്ടൊരു ഇങ്ങനെ മുഖം ഇങ്ങനെ വല്ലായിരിക്കുക. അപ്പോൾ എനിക്ക് അമ്മയെ കണ്ടപ്പം ഭയങ്കര അസ്വസ്ഥത. ഞാൻ അമ്മയോട് പറഞ്ഞു, ഫസ്റ്റ് ക്ലാസ് മാർക്ക് അറിഞ്ഞോ? അറിഞ്ഞടാ. പിന്നെ എന്താ പറ്റി? ഒന്നും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി ടിപ്പിക്കൽ കുശുമ്പ്. കാരണം എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മനോജ് എൻ്റെ കൂടെ ഉണ്ടാവും, ഭയങ്കര പഠിപ്പിസ്റ്റാണ് അവൻ. നമ്മൾ പഠിപ്പിസ്റ്റൊന്നും അല്ലായിരുന്നു, അങ്ങ് ജയിച്ചു പോകുന്ന. ഈ പലരും പഠിപ്പിസ്റ്റ് കൊണ്ടൊന്നും പാസ്സായതല്ലടാ, സത്യമായിട്ടത് മനസ്സിലാക്കണം. നിങ്ങളുടെ പരീക്ഷയുടെ തലേദിവസം നിങ്ങൾ പറയത്തില്ലേ, പാസ്റ്റങ്ങളെ പ്രാർത്ഥിക്കണേ, അമ്മയെ പ്രാർത്ഥിച്ചോണേ. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ച്, ഈ വോളിബോൾ കളിക്കുന്നവരാണ്, അമ്മ പ്രാർത്ഥിച്ച് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുത്തു, അപ്പനൊന്ന് കൊടുത്തു, പാസ്റ്റർ യേശുവിൻ്റെ നാമത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റയടി, സ്മാഷൊരടി. അങ്ങനെയാണ് ഇതെല്ലാം പാസ്സായത്. IELTS കിട്ടിയത്, നിങ്ങൾക്ക് IELTS കിട്ടിയവരൊക്കെ നല്ലപോലെ ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ ചെയ്ത് ഇബ്ബ അടിക്കും. പിന്നെ എങ്ങനെ പാസ്സായേ? എനിക്ക് തന്നെ അത്ഭുതം, ഇവർക്ക് എങ്ങനെ IELTS കിട്ടിയത്. അങ്ങനെ ഭയങ്കര ഇംഗ്ലീഷൊക്കെ ബടബടബടാന്ന് പറയുന്നവർക്ക് ആർക്കും കിട്ടിയില്ല. പിന്നെ എങ്ങനെ കിട്ടി? അതൊക്കെയാണ്. ഇത് ഒരൊറ്റ സ്മാഷാണ്, യേശുവിൻ്റെ നാമത്തിൽ. അതാണ് സംഭവം. അപ്പോൾ അമ്മേനോട് പറഞ്ഞ് നിനക്ക് പ്രാർത്ഥിച്ച് കിട്ടിയത് അതാ സത്യം, മറ്റും പഠിപ്പിച്ചായിരുന്നു. അതുകൊണ്ട് കുശിപ്പൊന്നുമില്ല, സന്തോഷവും. എനിക്ക് പിന്നെ എന്ത് പറ്റി അറിയാൻ വയ്യടാ, എൻ്റെ മുമ്പിൽ എന്തോ ഒരു അനർത്ഥം. അന്ന് ഞാൻ കാണുന്ന അമ്മ മുഴുവൻ പ്രാർത്ഥിക്കുക, പിറ്റേ ദിവസവും പ്രാർത്ഥനയാണ്. പിറ്റേ ദിവസം 4 മണി 5 മണി ആയപ്പോൾ എല്ലായിടത്തും മുട്ടായി ഒക്കെ കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് വന്ന് എല്ലാവരും ഇറങ്ങിയപ്പം പണി കാണാൻ മേളിൽ കയറി ആരുമില്ല, പണിക്കാരെല്ലാം ഇറങ്ങി തട്ടടിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ മേളിൽ ഇങ്ങനെ ഒരു പില്ലൻ്റെ കമ്പിയെ പിടിച്ച് പണി നോക്കി നിൽക്കുമ്പോൾ ചവിട്ടി ഇന്ന് പലകയാണ്ട് ഇളകിയപ്പോൾ കയറി പിടിച്ചത് ഇങ്ങനെ വീഴുകയും തൊട്ടടുത്തൂടെ മെയിൻ ലൈൻ പോകുന്നുണ്ടായിരുന്നു, അവത്തിലാണ് എത്തിപ്പിടിച്ചത്. ഒരു കൈ ലൈനയിൽ, ഒരു കൈ പില്ലൻ്റെ കമ്പി. അട്ട ചുള്ളുന്ന പോലെ ചുരുണ്ട് അവിടെ കിടക്കുമ്പോൾ അമ്മ പറഞ്ഞു അയ്യോ കൊച്ചൻ പോയേ. അപ്പം പറഞ്ഞു പോത്തിലടി, എന്നോട് പറഞ്ഞിട്ടുണ്ട് ദൈവം, അവനും ഞാനും കൂടെ പ്രസംഗിക്കും. ഇത് പറയുകയും 1 സെക്കൻഡ് നേരത്തേക്കിന് കറണ്ട് പോയി, താഴെ വീണ് എന്നെ എല്ലാവരും കൂടെ കോരിയെടുത്തു, ഇടിച്ച് ബ്ലഡ് സർക്കുലേഷൻ നോർമലാക്കാൻ. പക്ഷെ ഒരു വ്യക്തി എന്നെ തൊടുന്നതിന് മുമ്പ് അതീവ ശക്തിയോടെ ദൈവാത്മാവിൻ്റെ മേലാണ്. അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെ എന്തൊക്കെയോ കണ്ടപ്പം വിളക്ക് കത്തിച്ച പക്ഷെ അന്നൊരു അത്ഭുതം ഉണ്ടായി. അതാണ് ഞാൻ പറയുന്നത്. ഞങ്ങളുടെ വൈകിട്ട് ഇങ്ങനെ അമ്മ ഉപവാസമാണ്, കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം പ്രാർത്ഥിക്കാതിരുന്നപ്പം അപ്പ ഉണ്ടടാ നീ താഴോട്ടൊന്ന് പോയി നോക്കിയേ. എന്താ? അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, അവിടെ ഒരു പോലീസുകാരുത് കുറേ പേര് നിൽക്കുന്നത്, നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ. അപ്പം ഞാൻ ഓടിപ്പോയി താഴെ പോയി നോക്കിയിട്ട് പറഞ്ഞു അവിടെ ഒന്നും പോലീസുകാരുന്നില്ല. ആ പോസ്റ്റിൻ്റെ അവിടെ കുറേ പോലീസുകാർ നിൽപ്പുണ്ട്. വീണ്ടും രാത്രി എന്നെ പറഞ്ഞു വിട്ടടാ അവിടെ പോലീസുകാർ നിൽപ്പുണ്ട്. ഞാൻ പോയി നോക്കിയപ്പം പോലീസുകാരില്ല. എന്നാൽ പോയതായിരിക്കും. പക്ഷേ ഇന്നെനിക്ക് പറയാൻ കഴിയും, അമ്മ 48 മണിക്കൂർ മുമ്പ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് രാത്രി തന്നെ ദൈവം തൻ്റെ ദൂതന്മാരെ അവിടെ വിന്യസിപ്പിച്ചു. അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവകാത്മാക്കളാണ്. ഒരു കാര്യം ഓർക്കുക, 3 കൂട്ടരുടെ ഒരു സമജ്ജമായ കൈകോർക്കലാണ് ഈ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടത്. 1 വഴിക്കണ്ണുള്ള, കണ്ണീര് വീഴിക്കാത്ത എന്നാൽ പ്രത്യാശയുള്ള ഒരപ്പൻ. 2 വിളക്ക് കത്തിക്കുന്ന അമ്മ.
3 ഒരു ഇടയൻ. ഇവർ 3 കൂടെ കരം കോർത്താൽ ഇത് ലോസ്റ്റ് ആൻഡ് ഫൗണ്ടാണ്. നഷ്ടങ്ങളുടെ കഥകൾ പറയാൻ സഭയ്ക്ക് നേരമില്ല. സഭകളുടെ സാക്ഷ്യങ്ങൾ മുഴുവൻ പോയതിനെ തിരിച്ചു പിടിച്ച സാക്ഷ്യങ്ങൾ. ഇരു കരങ്ങളും ഉയർത്തി ശിരസിൻ്റെ മുകളിൽ ചേർത്ത് ആഞ്ഞടിച്ച് പറഞ്ഞ് നമുക്ക് നഷ്ടങ്ങളുടെ കണക്കുകൾ പറയാം. ഇറ്റ്സ് എ ഫെയ്ത്ത് ഡിക്ലറേഷൻ. എല്ലാവരും പോയെന്ന് പറയട്ടെ. ദൈവസഭ പറയും, ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് പറയും, പോയിട്ടില്ല, പോയതിനെ എല്ലാം തിരിച്ചു പിടിച്ചു. നമുക്ക് നഷ്ടങ്ങളുടെ കഥകൾ പറയേണ്ട സമയമില്ല. അതിവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞോട്ടെ. അതിൻ്റെ റിപ്പോർട്ടുകളുമായിട്ട് വരട്ടെ. ഇത്ര പെർസെൻറ്റേജാണ് അഡിക്സ്, ഇത്ര പെർസെൻറ്റേജാണ് പോയത്, ഇത്ര പെർസെൻറ്റേജാണ്. അവർ കണക്ക് പറയട്ടെ. അപ്പം നമ്മൾ പെർസെൻറ്റേജ് കണക്ക് പറയും. പോയതിനെ തിരിച്ചു പിടിച്ചതിൻ്റെ പെർസെൻറ്റേജ്, പോയതിനെ തിരിച്ചു പിടിച്ചതിൻ്റെ പെർസെൻറ്റേജ് ഉപവാസ പ്രാർത്ഥനയിൽ തേടിപ്പോയി പിടിച്ചുകൊണ്ടുവരുന്നതാണ്. യഥാ രഗന ഹതന റിഗന ഹതനങ്ങൾ തുറന്ന് ശബ്ദമുയർത്തി കരങ്ങളെ ചേർത്ത് അടിച്ച് വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുക. പോയിട്ടില്ല അമ്മ, പോയിട്ടില്ല അമ്മ, പോയിട്ടില്ല അമ്മ, പോയിട്ടില്ല, ഒന്നിനെയും കളയത്തില്ല. 3 പേരുണ്ടോ പിടിച്ചോണ്ട് വരും, എവിടെ പോയാലും പിടിച്ചോണ്ട് വരും. ശകനം ഘടകം ദിഗനം രഗജം ദഗനം ധാരം ധേരം വൈഡം രഗജകരന്തം അത്യുരിപക്ഷം വൈഡകരന്തം രേഖത്താനം ൂഢകരക്ഷം ബന്ധരഘടകം ദിരകന ഘടകം ദിഗനത്താരം വൈഡകരന്തം ധേരകരാജം. തിരിച്ചു മേടിക്കും, എവിടെ പോയാലും പിടിച്ചു മേടിക്കും. 3 പേരൊക്കെ ഒരുമിക്കണം. അബ്ദുരികട്ടര ഭക്ഷണകന്ധന റിക്കന പത്തര വൈഡകരേജി. എല്ലാവരും അതരങ്ങളെ തുറന്ന് ആത്മസ്നാനം പ്രാപിച്ച് എല്ലാവരും സ്തുതിച്ചേ. അന്തൽ ഖേനം ശാരം ധാരം ധേരം 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 ധേരം. ഒന്നൊരപ്പൻ. എന്നെ കേൾക്കുന്ന എല്ലാ പിതാക്കന്മാരും പ്രത്യാശയുള്ള അപ്പന്മാരായിരിക്കണം, വഴിക്കണ്ണുള്ള അപ്പന്മാരായിരിക്കണം. പ്രത്യാശയുള്ള അപ്പന്മാർ വരും 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 വരും. വിളക്ക് കത്തിക്കുന്ന അമ്മമാർ, ഉപവസിക്കുന്ന അമ്മമാർ, പ്രാർത്ഥിക്കുന്ന അമ്മമാർ, ഓരോ മക്കളെയും തേടിപ്പോകുന്ന അമ്മമാർ. അപ്പം 3 കൂട്ടര്, 1 ഒരു ഇടയൻ, 2 അമ്മ, 3 അപ്പൻ. ഇവർ 3 കൂടെ യോജിക്കുമ്പോഴാണ് പോയതിനെല്ലാം തിരിച്ച് കിട്ടുന്നത്. എത്രയോ രാത്രികളിൽ എത്രയോ പേരോടൊപ്പം കാണാതെ പോയതിനെയൊക്കെ തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഒരു ദൂത് തന്നു, അല്പകാലത്തേക്ക് നഷ്ടപ്പെട്ടത് സദാകാലത്തേക്കും ലഭിക്കേണ്ടതിന്. പക്ഷേ ഇന്ന് കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ്. എനിക്കൊരു കർത്താവിനെ അറിയാം, എവിടെ പോയാലും പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. എവിടെ പോയാലും നഷ്ടങ്ങളുടെ കണക്ക് പറയാൻ നമുക്ക് നേരെയില്ല. നമ്മൾ തിരിച്ചു പിടിച്ചതിൻ്റെ കണക്കുകൾ പറയും. നമ്മൾ തിരിച്ചു പിടിച്ചതിൻ്റെ കണക്ക്, നഷ്ടങ്ങളുടെ കണക്കുകൾ NGOs പറയട്ടെ, നഷ്ടങ്ങളുടെ കണക്കുകൾ കൗൺസിലേഴ്സ് പറയട്ടെ, അവരതിൻ്റെ പെർസെൻറ്റേജ് പറയട്ടെ, നമ്മൾ തിരിച്ചു പിടിച്ചതിൻ്റെ പെർസെൻറ്റേജ് പറയണം. ഇന്നീ ഹോപ്പ് ഉണ്ടെങ്കിൽ ഒറ്റയിടത്തെ ഹോപ്പുള്ളൂ, അത് ദൈവസഭയിലാണ് ഹോപ്പ്. ബാക്കി എല്ലാവരും പറയും എല്ലാവരും പോയെന്ന് പറയുമ്പോൾ നമ്മൾ പറയും എവിടെ പോയാലും തിരിച്ചു കൊണ്ടുവരുമെന്ന്. അത് പറയാൻ കഴിയുന്ന ഒറ്റ ഓർഗനൈസേഷൻ ലോകത്തുണ്ടെങ്കിൽ അത് ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായ സഭയാണ്. അതുകൊണ്ട് സഭ പറ, എവിടെ പോയാലും പിടിച്ചുകൊണ്ട് വരും. കളയാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഞങ്ങളെ ഏൽപ്പിച്ചതിനെ എല്ലാം പിടിച്ചെടുക്കുന്ന വാശി. അപ്പൻ 2 അമ്മ 3 ഇടയൻ. ഇതെല്ലാം ഓരോ ഭാവമാണ്, ഒരു ഇൻറ്റൻഷനാണ്. അപ്പനാകണമെന്നില്ല, ജന്മം കൊടുക്കണമെന്നില്ല അപ്പനാകാൻ. അപ്പൻ്റെ ഹൃദയം ഉണ്ടെങ്കിൽ ആരാകും? അപ്പനാകും. പ്രസവിച്ചല്ല അമ്മയാകും, അമ്മയുടെ ഹൃദയമാണ്. ഇടയൻ്റെ ഹാർട്ടാണ്. നമുക്ക് വേണ്ടത് ഈ ഹാർട്ടാണ്. പക്ഷെ അപകടം അവിടെ തന്നെയുണ്ട്. 15-ാം അധ്യായം തുടരുമ്പോൾ കാണുന്നു 25-ാമത്തെ വാക്യത്തിൽ, മൂത്ത മകൻ എവിടെ ആയിരുന്നു? വയലിലായിരുന്നു. അവൻ തിരിച്ചു വന്നു. എവിടെ കയറി? വീട്ടിൽ
കയറിയോ? ഇല്ല. വീടോട് അടുത്തു. ഈ ആളുടെ പേരാണ് മൂത്തമോൻ. മൂത്തമോൻ്റെ ഒരു പ്രശ്നം കണ്ടോ? എവിടെ ആയിരുന്നു? ഉറക്കെ പറഞ്ഞ്, എവിടെ ആയിരുന്നു? വയലിലായിരുന്നു. ഇപ്പം എവിടാ? വീട്ടിലാണോ വയലിലാണോ? രണ്ടിൻ്റെ ഇടയ്ക്കുള്ളവരുടെ പേരാണെന്ത്? അവൻ എവിടെ ആയിരുന്നു? വയലിൽ. അവരോട് ചോദിച്ചാൽ അവരെ പറയും 1988 എന്തുവായിരുന്നു? അന്നത്തെ ഒരു ഉപവാസം എന്നൊക്കെ പറഞ്ഞ് എന്തുവായിരുന്നു? ഇവർക്ക് ആയിരുന്നു. ഇപ്പം എന്തുണ്ട്? ഇപ്പം ഒന്നുമില്ല, എല്ലാം ആയിരുന്നു. ഇവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എന്തെന്ന് വിളിക്കാം? ചേട്ടൻ. ചേട്ടനുണ്ടെങ്കിൽ ചേച്ചിയില്ലേ? ഉണ്ട്. അപ്പം ചേട്ടൻ എവിടെ ആയിരുന്നു? വയലിലായിരുന്നു. ഇപ്പം എവിടാ? വീട്ടിലുമല്ല വയലിലുമല്ല. വേലയിലാണോ? അല്ല. വീട്ടിലാണോ? അല്ല. പിന്നെ എന്താ പറയുക? എന്താവായിരുന്നു? അന്നത്തെ വിശുദ്ധി എന്താവായിരുന്നു? അന്ന് എന്താവായിരുന്നു? അന്നത്തെ പാട്ട് എന്താവായിരുന്നു? ഇപ്പോഴത്തെ പാട്ട് എന്തുവാ? എന്തുവാ? ഇവരെല്ലാം ആരാ? ഒരർത്ഥത്തിൽ ആരാ? ചേട്ടന്മാർ. അപ്പം വീടിനോട് അടുത്തപ്പം വാദ്യവും നൃത്തഘോഷം കേട്ടു. ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ച് ചോദിച്ചു, അവിടെ എന്തുവാ നടക്കുന്നേ? സത്യത്തിൽ ഈ വീട്ടിൽ എന്തോ നടക്കുന്ന അവൻ ആരോട് ചോദിക്കണം? അപ്പനോട് ചോദിക്കണം. ആരോടാ ചോദിച്ചേ? വല്ലവനോടും വിളിച്ച് കാര്യം തിരക്കുന്നവൻ്റെ പേരെന്താ? വല്ലവരോടും വിളിച്ച് കാര്യം തിരക്കുക. അവിടെ എന്താവാ? ആ കൊച്ചിന് എന്താ പറ്റി? ഇന്നെന്താവായിരുന്നു? ഇവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എന്തെന്ന് വിളിക്കാം? ചേട്ടൻ അല്ലെങ്കിൽ ചേച്ചി. ചേട്ടനും ചേച്ചി ഇങ്ങനെ വല്ലവരോടും എന്ത് തിരക്കും? കാര്യം തിരക്കും. കാര്യം തിരക്കുമ്പോൾ അവൻ ഈ മേജർ സബും മെയിനും ഇല്ലേ? ഞാൻ പിള്ളേരൊക്കെ പറയാറുണ്ട്, പഠിത്തം സബ്ബോ മെയിനോ? പഠിത്തം മെയിന്, കളി സബ്. ഇന്ന് പലർക്കും സബ് എന്തായി? മെയിനായി. മെയിൻ എന്തായി? സബ്ബായി. അവന് വേലക്കാരന് ചോദിച്ചപ്പോൾ അവൻ മെയിൻ സബ്ബാക്കി സബ് മെയിനായി. നിൻ്റെ അനിയൻ വന്നു കളയറച്ചു. അപ്പം ബാലക്കാരനെ സംബന്ധിച്ചോളം മെയിൻ എന്തുവാ? കൊച്ചൻ വന്നൊന്നുമല്ല, പിന്നെന്താ? കാളയോ? എന്തോ കാളയോ? മേധസ്സുള്ള കാള. അപ്പൻ അതിൻ്റെ ഇറച്ചിയും കൊണ്ടുപോകും, ഞാൻ അതിൻ്റെ വാരിയും കൊണ്ടുപോകും. ഞാൻ ആ വാരി കിട്ടിയില്ലെങ്കിൽ ഞാൻ നല്ല പോട്ടി കൊണ്ടുപോകും. അറിയാവുന്നവരുടെ കൈ പോട്ടി കിട്ടിയ ഉഗ്രം പോട്ടി ഫ്രൈ ഉണ്ടാക്കും. ഇച്ചിരി മെനക്കെടണമെന്നുള്ളൂ, സൂപ്പർ സാധനമാണ്. പക്ഷെ ഉണ്ടാക്കാൻ ഇച്ചിരി അറിയണം. നല്ലപോലെ ആറ്റിക്കൊണ്ടിട്ട് കഴുകി വൃത്തിയാക്കിയൊക്കെ വരണം. നീ വന്നാൽ മതി, ഞാൻ പഠിപ്പിച്ചു തരാം. പക്ഷെ അതിച്ചിരി പാടാ. അപ്പം പോട്ടിയെങ്കിലും ഞാൻ കൊണ്ടുപോകും. അവനതാണ് വിഷയം. അവൻ പറഞ്ഞു, എന്തോ പറഞ്ഞു, നിൻ്റെ അപ്പൻ എന്തോ പണിതു? നിൻ്റെ അപ്പന് കാളയെ അറുത്തു. അവിടെ പറയേണ്ട കാര്യമേ അല്ല കാള. പക്ഷെ ഇവൻ ഇമ്പോർട്ടൻ്റ് എന്താ? വേണ്ടാത്തവരുടെ കാര്യം അന്വേഷിച്ചാൽ അവർക്കെന്താണോ പ്രാധാന്യം അതവരെന്ത് ചെയ്യും? പറയും. നോക്കോ, വേണ്ടാത്തവർ അന്വേഷിച്ചു. അവൻ്റെ പേരെന്താ? ചേട്ടൻ. അപ്പോൾ അവൻ എന്ത് ചെയ്തു? കോപിച്ചു. ചെല്ലിങ്ങനാണ്. സന്തോഷം കാണുമ്പോൾ എന്തോ വരും? കോപം വരും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു ബെൻസ് കാർ ഒരാൾക്ക് മേടിച്ചു, ഇവൻ ഇതിൻ്റെ ആവശ്യമുണ്ടോ? നിത്യതയ്ക്ക് പോകാനിരിക്കുന്നവനല്ലേ? സത്യത്തിൽ ബെൻസാണോ അവിടുത്തെ പ്രശ്നം? അസൂയാണോ? നിത്യതയാണോ പ്രശ്നം? അസൂയാണോ? ഇവരൊക്കെ നിത്യതയിൽ പോകാതിരിക്കുന്നവരല്ലേ? അഹങ്കാരം. അപ്പോൾ തന്നെ ഇങ്ങനെ വൈബ്രേഷനൊക്കെ ഇട്ട് പറയും, അഹങ്കാരത്തിൻ്റെ. അത് സ്നേഹവും നിത്യതയോടുള്ള ദർശനത്തിൻ്റെ കൂടുതലുകൊണ്ടാണോ അസൂയ കൊണ്ടാണോ? അസൂയുണ്ട്. ചില പിള്ളേർക്ക് ഫുൾ A+ കിട്ടുമ്പോൾ ചില പറഞ്ഞിട്ടുണ്ട്, അവർ ഒരു യോഗത്തിന് പോലും വരത്തില്ലായിരുന്നു, 24 മണിക്കൂർ ഇരുത്തി പഠിപ്പിക്കുക. ഞങ്ങളാണെങ്കിൽ പഠിപ്പിച്ചിട്ടേ ഇല്ല. നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വയ്യായിരുന്നു. നമ്മുടെ കുറ്റമാണ്, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വയ്യാതെ. അപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വയ്യാതെ. അപ്പം വേറൊരാളുടെ സന്തോഷത്തിൽ സന്തോഷിക്കാൻ വയ്യാത്തവരുടെ പേരെന്താ? ചേട്ടൻ. സന്തോഷം കാണുമ്പം ദേഷ്യം വരും, ദുഃഖം കാണുമ്പോൾ സന്തോഷം വരും. അങ്ങനെ വരണമായിരുന്നു. ദൂത് ഏറ്റെടുത്തില്ല. നമ്മളെന്നും പറ്റാഞ്ഞ ദൂതല്ല ഏറ്റെടുത്തിട്ട. അപ്പം ഇവരുടെ പേരെന്താ? ചേട്ടൻ. ദൈവസഭയ്ക്ക് എന്നും അപകടം പുറത്തുള്ളവരൊന്നും അല്ല. പുറത്തുള്ളവരടിച്ചത് കൊണ്ട് ഏത് സഭയ്ക്ക് എന്തോ വന്നു? ഒന്നും പറ്റിയില്ല. സഭയ്ക്കൊന്നും അപകടം ചെയ്യുന്നത് ചേട്ടന്മാരാണ്. ചേട്ടന്മാരിങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങളൊരു ക്യാമ്പ് കിടക്കാം, 1000 പേരുണ്ട് പിള്ളേർ, 1000-ലധികം പേര്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് എന്നെ നിർത്തിയതിൻ്റെ ഉദ്ദേശം എന്നോട് നേരത്തെ പറഞ്ഞു, നിന്നെ ഉച്ച കഴിഞ്ഞ് ഇട്ടേക്കുന്ന ചിരിപ്പിക്കാനാണ്, ഉറക്കല്ലേ. അതുകൊണ്ട് കുറേ വിറ്റടിച്ചോണം. ഞാൻ അതിന് ലോകം മുഴുവൻ തപ്പി കുറേ വിറ്റും കൊണ്ട് വന്നേക്കാം. കാരണം ഇവരെ ഉറക്കാതിരിക്കണ്ടേ, പിള്ളേരെയൊക്കെ ഒന്ന് പിടിച്ച് ഉറക്കാതിരിക്കണം. അതാണ് എൻ്റെ ടാസ്ക്. 1 മണിക്കൂർ ഉറക്കരുത്. അതിന് ഞാൻ എങ്ങാണ്ടെല്ലാം പോയി ഏതാണ്ട് തമാശയെല്ലാം പഠിച്ച് പിള്ളേരെ ഒന്ന് ചിരിപ്പിക്കാൻ വേണ്ടി വന്നപ്പം
ദൈവം അത് വേറെ രീതിയിൽ അങ്ങനെ ട്വിസ്റ്റ് ചെയ്തു. ഭയങ്കര ഒരു ആത്മപ്രവൃത്തി വെളിപ്പെട്ട് പിള്ളേർ കരയുക. അത് കഴിഞ്ഞാൽ അടുത്ത ആൾ, അത് കഴിഞ്ഞ് സ്പോർട്സ്. പക്ഷേ സ്പോർട്സും നടന്നില്ല, ഒന്നും നടന്നില്ല. യോഗം നീണ്ടുപോയി രാത്രി 7 മണി വരെ. പിള്ളേർ കരയുക. പുറത്ത് 1000 ഉഴുന്നുവട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ചായയും വെച്ചേക്കുക. പിള്ളേരുടെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്തു, ചായ പോണ്ട് കുടിച്ചു, ഉഴുന്നുവടയുണ്ട്, നിങ്ങൾ പോയി കഴിച്ചിട്ട് തിരിച്ചു വരാം. ഒറ്റ പിള്ളേരും പോയില്ല, കരയുക. ഒരു കുഞ്ഞന്ന് തന്നത് 36 സിമ്മും 4 സ്മാർട്ട് ഫോണും, ഒന്നും വീട്ടിലറിയാത്തതാണ്. 36 സിമ്മ്. അന്ന് മാജിക്കില്ലാത്ത സമയം, റീചാർജ് ചെയ്യുക. ഒരു ഫോണിൽ സിമ്മിനകത്ത് 2000 രൂപ വരെ ബാലൻസ്. നമ്മളൊക്കെ അന്ന് മിസ് കോൾ അടിച്ച് രസിക്കുന്ന സമയമാണ്. ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ അങ്ങോട്ട് മിസ് കോൾ അടിക്കുന്ന സമയത്ത് ഈ പൊങ്കച്ചിൻ്റെ അകത്ത് 2000 രൂപ വരെ ബാലൻസ്. എല്ലാം എക്സ്ട്രാക്കിയിട്ട് കൊടുത്താൽ അത്രയും ബഞ്ച്, ഞാൻ എക്സാറേഷൻ ബഞ്ച് 36 സിം യോഗത്തിനിടയ്ക്ക് കൊണ്ടെത്തന്നു. അത്ര ദൈവപ്രവൃത്തി. അപ്പം പുറത്ത് ഭയങ്കര ബഹളം കേൾക്കാം. ഒരാളിങ്ങോട്ട് വന്നിട്ട് 1000 ഉഴുന്നുവട, ഇതിൻ്റെ വില ആര് കൊടുക്കും? യോഗം നിർത്ത്, ഉഴുന്നുവട. അപ്പോൾ എനിക്കിത് കാണാം, ഈ പുറത്ത് നടക്കാം. അപ്പോൾ ഒരു ചെറുക്കൻ അങ്ങോട്ട് എന്ന് പറഞ്ഞു, ഒരു കാര്യം താൻ ഈ ഉഴുന്നുവട അങ്ങ് കഴിക്കുക. അപ്പോൾ ഈ പിള്ളേർ 36 സിമ്മ് കൊണ്ട് തന്നൊന്നും അല്ല വിഷയം. എന്താ? ഉഴുന്നുവട പ്രോഗ്രാം. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ ആത്മപ്രവൃത്തിയിൽ എന്ത് ചെയ്യാൻ ഒക്കുന്നില്ല? സന്തോഷിക്കാനൊക്കാത്തവിടെ എല്ലാം പേരെന്താ? ചേട്ടന് കയ്യടിയൊന്നും ഒരു വിഷയമല്ല, ചുമ്മാ ബഹള. ചേട്ടൻ ഇങ്ങനെ ദേഷ്യം വരും ഇതെല്ലാം കാണുമ്പം. അവിടെ എല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? ചേട്ടനെന്ന് വിളിക്കാം. മനസ്സിലാകുന്നുണ്ടോ? ചേട്ടൻ എന്നൊക്കെ വിളിക്കാം. ഓർത്തോണേ, നമ്മളൊരിക്കലും ആരാകരുത് ചേട്ടനാണ്. കോപം വന്നിട്ട് ഈ അപ്പം പുറത്ത് വന്ന് അവനോട് ചേട്ടാ നീ അകത്ത് വാ. ഉടനെ ഇവൻ പറയാം, ഞാൻ ഇത്ര കാലമായിട്ട് നിന്നെ എന്ത് ചെയ്യുന്നു? സേവിക്കുന്നു. പക്ഷേ അങ്ങനെക്ക് ഒരു ആടിനെപ്പോലും എന്ത് ചെയ്തിട്ടില്ല. ചങ്ങാതികളുമായി ഉല്ലസിക്കേണ്ടതിന് ആരെ തന്നില്ല? അതിൻ്റെ അർത്ഥം ഇപ്പം കിട്ടിയായിരുന്നേ എന്ത് ചെയ്തേനെ? പോയേനെ. ഇൻവേർട്ട് പ്രോഡിഗാലിറ്റി. അതാണ് ഈ ചേട്ടൻ. മറ്റവൻ ശരിക്കും പ്രോഡിഗല. ഇവരുടെ അകത്ത് ഇവിടെ ഇരിക്കുമ്പോഴും പാപത്തിൽ രസിക്കുന്നുണ്ടോ? നമ്മുടെ അകത്ത് അതിനോടൊരു ആവേശമുണ്ടോ? നമ്മുടെ അകത്ത് ആരിരിപ്പുണ്ട്? ചേട്ടൻ ഇരിപ്പുണ്ട്. എനിക്ക് നീ ചങ്ങാതികളുമായി രസിക്കേണ്ടതിന് ഒരാടിനെ തന്നില്ല. കണ്ടോ ഇപ്പം അവന് കൊടുത്തില്ലേ? അടുത്തൊരു വാക്ക്, നിൻ്റെ കൽപ്പന ഞാൻ ഒരിക്കലും എനിക്ക് തന്നില്ല. അടുത്തൊരു കാര്യം കണ്ടോ, 30-ാമത്തെ വാക്യം, വേശ്യമാരോടുകൂടി മുതൽ തിന്നുകളഞ്ഞ. സത്യത്തിൽ ഈ കർത്താവ് പറഞ്ഞ ആ സംഭവത്തിൽ വേശ്യ എന്നൊരു വാക്കുണ്ടോ? ഇല്ല. ദുർനടപ്പുകാരോടെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് പറഞ്ഞിട്ടില്ല? വേശ്യ എന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. ഈ ചേട്ടൻ്റെ പ്രത്യേകത, അവൻ കഥ പൊലിപ്പിക്കുന്നവരുടെ പേരെന്താ? ചേട്ടൻ. ഇച്ചിരി ഇല്ലാതെ ഇച്ചിരി പറയത്തില്ല, നമുക്ക് ഉറപ്പാണ്. അവരുടെ പേരെന്താ? ചേട്ടൻ. അവർ കുന്നി കഥ ഉണ്ടാക്കും, അല്ലെ കഥ എന്തു ചെയ്യും? പൊലിപ്പിക്കും. കഥ പൊലിപ്പിക്കുന്നവരുടെ പേരെന്താ? ചേട്ടൻ. നമ്മൾ കഥ പൊലിപ്പിക്കുമോ? കഥ ഉണ്ടോ? ചേട്ടൻ. എന്നിട്ട് പറഞ്ഞു, മുതൽ തിന്നുകളഞ്ഞ ഈ നിൻ്റെ മകൻ. സത്യത്തിൽ എൻ്റെ അനിയെന്ന് പറയണോ, അതോ നിൻ്റെ ഇങ്ങനെ പിടിക്കുന്നതിന് പകരം എൻ്റെ അനിയെന്ന് പറയാം, പക്ഷെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു ഈ നിൻ്റെ മോൻ. നമ്മുടെ ചില അമ്മമാരെ കല്യാണം കഴിച്ചപ്പം ചേട്ടാ, അച്ചാച്ച, പിള്ളേരായി കഴിഞ്ഞാൽ പിന്നെ പപ്പ. നിങ്ങളുടെ പപ്പ അല്ല അത്, പിള്ളേരുടെ പപ്പായ. എൻ്റെ വിശ്വാസം, എനിക്കിഷ്ടമില്ല എന്നെ പപ്പ എന്നൊന്നും വിളിക്കുന്നത്. കാരണം ഞാൻ അവിടെ പപ്പ അല്ല, ഞാൻ പിള്ളേരുടെ പപ്പയാണ്. പക്ഷേ പിള്ളേരായി കഴിയുമ്പോൾ പിള്ളേരുടെ അച്ചായൻ വന്നു. ഇത് പിള്ളേരുടെ അച്ചായനാണോ നമ്മുടെ പപ്പ? നമ്മുടെ പപ്പ. ഈ ബന്ധം കുറയുമ്പോഴാണ് ചേട്ടാ ഈ പിള്ളേരുടെ അച്ചാനാകുന്നത്. അപ്പം ഇതുപോലെ ഈ നിൻ്റെ മകൻ, ഇവൻ ബന്ധങ്ങളിൽ മരിച്ചവനാ. അനിയനെന്ന് വിളിക്കാൻ ഇഷ്ടമില്ല. ഉണ്ടോ? ഈ ചേട്ടനും അനിയൻ, ഞാൻ എപ്പോഴും പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു ബന്ധമാണ് എന്ത്? കൂടപ്പുറപ്പുകൾ തമ്മിലുള്ള ബന്ധം, അല്ലേ? ആണോ? ആണ്. വഴക്കുണ്ടാക്കാനൊക്കെ പോവുകയാണെങ്കിൽ സ്വന്തം കൂടപ്പുറപ്പുമായിട്ടേ പോകാവൂ. ചത്ത പോത്തില്ല. മറ്റന്മാരാണെങ്കിൽ ഇടയ്ക്കിറങ്ങി ഓടും. എത്ര വലിയ കൂട്ടുകാരാണ് ചടയ്ക്കും. പക്ഷേ ചേട്ടന്മാരാണ് എന്ത് ചെയ്തില്ല. വീട്ടിൽ ഒരു ദിവസം നടന്നൊരു കാര്യം ഞാനത് ഒത്തിരി സദസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ചേട്ടനും അനിയനും കൂടെ അടിയുണ്ടാക്കി. ചേട്ടൻ ഒരൊറ്റ ഇടി അനിയന് കൊടുത്തു. അവൻ്റെ മൂക്കിന് മുറിവുണ്ടായി, ചോര വന്നു. ആശുപത്രി കൊണ്ടുപോയി. കൊച്ചു പിള്ളേരാ. ബനം നടത്തി കൊണ്ടുപോയി ഐസൊക്കെ വെച്ച് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ അടി കൊണ്ടവൻ ഇച്ചിരി ഇങ്ങനെ വിങ്ങി, അവനിങ്ങനെ കിടക്കുക. അപ്പോൾ അപ്പച്ചൻ എല്ലാവരും ഈ അടിച്ചോനെ വിരട്ടി നോക്കിയോ, അടിക്കേസാണ്, ആശുപത്രി കൊണ്ടുപോയി, ഇപ്പം പോലീസ് വരും. പോലീസ് വരും.
അപ്പോൾ അവൻ ചോദിച്ചു എന്താ പോലീസ്. അപ്പോൾ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ഈ അടി കൊണ്ടുപോകുമെന്ന് അപ്പച്ചോട് ചോദിച്ചു എന്തിനാ ഈ പോലീസ് വരുന്നേ? എടാ നിൻ്റെ ചേട്ടൻ തന്നെ അടിച്ചു. അപ്പോൾ നമ്മൾ ആശുപത്രി പോയി ആശുപത്രി അടിക്കേസ് കൊണ്ടുപോയൊരു കുഴപ്പമുണ്ട്. അപ്പോഴേ പോലീസിന് എന്തോ ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ പോലീസ് വരും, റിപ്പോർട്ട് ചെയ്തു. നമ്മളല്ല, ആശുപത്രിക്കാരൻ. ഉടനെ അടി കൊണ്ട് അനിയൻ ചോദിച്ചു അപ്പച്ചനോട്, കൊച്ചു പിള്ളേരാ, എൻ്റെ ചേട്ടൻ എന്നെ അടിച്ചതിന് എനിക്ക് കുഴപ്പമില്ലെങ്കിൽ ഏത് പോലീസിന് എന്തോ കുഴപ്പം? ആശുപത്രിക്കാർക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമില്ല. ഇച്ചിരി കഴിഞ്ഞപ്പം ചേട്ടനെ അനിയനെയും കാണുന്നില്ല. തപ്പിച്ചെന്നപ്പം അടി കൊണ്ട് അനിയൻ ചേട്ടനെ ഒരു പുതപ്പിനകത്ത് കയറ്റി കെട്ടിപ്പിടിച്ച് ഉറക്കുക, നീ ഉറങ്ങിക്കോളാൻ. ഇപ്പോൾ ആര് വരും? പോലീസ് വരും. ഇതിൻ്റെ പേരാണെന്ത്? ചേട്ടനും അനിയനും. പക്ഷേ ഇപ്പം അവൻ പറയുക, ഈ നിൻ്റെ മോൻ, ഇവൻ്റെ പ്രശ്നം എന്നറിയാവോ? ഈ അനിയൻ വന്നാൽ ഇനിയും ചിലപ്പോൾ അപ്പം സ്വത്ത് എന്ത് ചെയ്യും? പങ്കുവയ്ക്കും. അപ്പം പങ്കുവയ്ക്കാൻ കഴിയാത്തവൻ ആരോ, അവൻ്റെ പേരെന്താ? ചേട്ടനാ. അനിയൻ ചെടുത്തി മൂത്ത അമ്മ എന്നൊക്കെ പറയത്തില്ലേ, അപ്പൻ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പങ്കുവയ്ക്കും. പങ്കുവയ്ക്കാൻ കഴിയാത്തവൻ, ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പങ്കുവയ്ക്കലാണ്. നമുക്ക് തന്നെ എല്ലാം പങ്കുവയ്ക്കുന്നതാണ്. പങ്കുവയ്ക്കാൻ കഴിയാത്തവൻ ആരോ, അവൻ്റെ പേരെന്താ? ചേട്ടൻ. അപ്പം പറയുകയാണ്, ഈ മുതൽ തിന്ന് കളഞ്ഞ നിൻ്റെ മകൻ, അനിയെന്ന് പറഞ്ഞില്ല, ഈ നിൻ്റെ മകൻ, അവൻ വന്നപ്പോൾ നീ അവന് കാളക്കുട്ടിയെ അറുത്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടനൊരു പ്രത്യേകതയുണ്ട്. ചേട്ടൻ എവിടെ ആയിരുന്നു? വയലിലായിരുന്നു. ഇപ്പോൾ എവിടെ അല്ല? വയലിലല്ല. ചേട്ടന് സന്തോഷം വന്നപ്പോൾ എന്തോ ഉണ്ടായി? പറ. സന്തോഷം വന്നപ്പോൾ എന്തോ ഉണ്ടായി? കോപം ഉണ്ടായി. അതാണ് ആര്? ചേട്ടൻ. അടുത്ത ചേട്ടൻ്റെ പ്രത്യേകത, ചേട്ടന് ഇൻവേർഡ് പ്രോഡിഗലാണ്. നീ എൻ്റെ കൂടെ മുതൽ എനിക്ക് അടിച്ചു പൊളിക്കാൻ ആടിനെ ഇതുവരെ എന്ത് ചെയ്തില്ല? തന്നില്ല. അടുത്തൊരു പ്രത്യേകത, ഈ ചേട്ടൻ്റെ പ്രത്യേകത, ചേട്ടൻ കഥ എന്തു ചെയ്യും? ഉണ്ടാക്കും. മാത്രമല്ല, കഥ ഉണ്ടാക്കുക മാത്രമല്ല, ബന്ധങ്ങളിൽ മരിച്ചു. എൻ്റെ അനിയനെന്ന് പറയാൻ കഴിയുന്നില്ല, എൻ്റെ കൂട്ടായ്മക്കാരെന്ന് പറയാൻ കഴിയുന്നില്ല. ഇവരെയെല്ലാം നമുക്ക് എന്തെന്ന് വിളിക്കാം? ചേട്ടനെന്ന് വിളിക്കാം. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ചേട്ടന് പങ്കുവയ്ക്കാൻ എന്തുമില്ല, ഇഷ്ടമില്ല. ദൈവസഭയ്ക്ക് എന്നും അപകടമായിരിക്കുന്നത് പുറത്തുള്ള ശത്രുക്കളാണോ അകത്തുള്ള ചേട്ടന്മാരാണോ? അകത്തുള്ള ചേട്ടന്മാർ. ഇതെല്ലാം ഓരോ ഭാവമാണ്. നമുക്ക് ഈസിയാണ്, ഇറ്റ്സ് വെരി ഈസിയാണ് നമുക്കൊരു ചേട്ടനാകാൻ. ചുമ്മാ നമ്മളങ്ങ് നിന്ന് കൊടുത്താൽ മതി, നമ്മൾ ആരാകും? ചേട്ടനാകും. വിമർശിക്കുന്നവരുടെ ഒരു ഗാങ്ങിൽ പോയി എന്നിട്ട് രണ്ട് വാക്കൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആരായി? ചേട്ടനായി. ഒരു വിലയും കൊടുക്കണ്ട. പക്ഷേ അപ്പനാകാൻ കുറച്ച് വില കൊടുക്കണം. അപ്പനാകാൻ ഒരു കൊച്ചു കാളക്കുട്ടിയെ മേടിച്ചിങ്ങനെ എന്നും വളർത്തണം. എൻ്റെ മോൻ വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കണം. അതിൻ്റെ പേരെന്താ? അപ്പൻ. വഴിക്കണ്ണുള്ളത് ആരാ? അമ്മയാണ്. പ്രിയരെ, തേടിപ്പോകുന്ന ആരാ? ഇടയനാണ്. ഇടയനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാൻ ആവേശത്തോടെ പ്രസംഗിക്കുമായിരുന്നു. യോശുവയും കൂട്ടരും ഒക്കെ ഇങ്ങനെ പെട്ടകം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. യോർദാൻ എന്തു ചെയ്യും? കവിഞ്ഞൊഴുകും. അപ്പോൾ അവരുടെ പാദം ചവിട്ടിയപ്പം വെള്ളം എന്തായി? രണ്ടായി. അവർ നടന്നു. ഭയങ്കര ആവേശമാണ്. നമുക്ക് വേണേൽ പ്രസംഗിക്കുമ്പോൾ ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രതിസന്ധി എന്ന യോർദാൻ്റെ മുകളിലേക്ക് വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പെടുത്ത് വെക്കുക. ഇതാ ഇപ്പം ഈ നിമിഷം നിങ്ങളുടെ മുമ്പിലുള്ള പ്രതിസന്ധി എന്തായിട്ട് മാറും? രണ്ടായിട്ട് മാറും. പക്ഷേ എനിക്ക് ഇന്നത് പ്രസംഗിക്കാൻ പേടിയാണ്. വെള്ളപ്പൊക്കം കണ്ട ശേഷം തീരം കവിഞ്ഞൊഴുകും. ഞാനൊരുമാതിരി നല്ല പോലെ നീറും. പള്ളിക്കവ് എന്ന് പറയുന്ന ഞങ്ങളുടെ നാട്ടിലെ 3-4 കയമുള്ളിടത്ത് അക്കരെ ഇക്കരെ എന്തും നിന്ന ഒരു ബാല്യം. പക്ഷേ വെള്ളപ്പൊക്കത്തിൽ ഇറങ്ങി എൻ്റെ കാലേ മസിൽ കയറി. ഞാൻ പേടിച്ചു പോയി. അപ്പം അതത്ര എളുപ്പമല്ല, വലിച്ച് പൊക്കിയെടുത്തുകൊണ്ട് പൊക്കളയും. ഇവിടെയാണ് തീരം കവിഞ്ഞെടുത്ത് ഇവർ ഇറങ്ങി. യോശുവയും കൂട്ടരും ആദ്യം ഇറങ്ങുക. ഞാൻ ചോദിച്ചോട്ടെ, ഇത് മാറിയില്ലെങ്കിൽ എന്തോ പറ്റും? യോർദാൻ അങ്ങ് മാറിയില്ല, എന്തോ പറ്റും? എന്താ പറ്റാനാ? വലിച്ചെടുത്തുകൊണ്ട് ഒറ്റ പോക്ക് പോവും. അപ്പോൾ ഇറങ്ങിയപ്പം രണ്ടും കൽപ്പിച്ചാൽ ഇറങ്ങി. തിരിഞ്ഞു നോക്കി, അമ്മേ ഇറങ്ങണോ? ഇളയ കൊച്ചൻ വിളിച്ച് കാണും, ഡാഡി ഇറങ്ങാണോ? എവിടെ പോവാ? വെള്ളത്തിൽ പോവല്ലേ? ഇനി ഒരു വിളിയൂടെ കേട്ടാൽ ഇറങ്ങത്തില്ല. രണ്ടും പൂട്ടി ഇറങ്ങി. അതാണ് പാസ്റ്റർ, അതാണ് സുവിശേഷ വേല. രണ്ടും കൽപ്പിച്ചൊരിറക്ക. ആഴിയെന്നോർക്കാതെ ആഴമാരായാതെ ഇറങ്ങിയപ്പം ദൈവം എന്താക്കി? രണ്ടാക്കി. ഇനി രണ്ടാക്കിയിട്ടും കുഴപ്പമുണ്ട്. ഇത്രയും ലക്ഷക്കണക്കിന് ജനം അക്കരെ കയറണ്ടേ? ഇവർ കയറുന്ന വരെ ഇവർ പെട്ടകം ചുമന്നുകൊണ്ട് എന്ത് ചെയ്യണം? നിൽക്കണം. എല്ലാവരും പോകുമ്പോൾ നിൽക്കാൻ എളുപ്പമാണോ? കാല് കഴയ്ക്കും. നഴ്സസിനോടൊക്കെ ചോദിക്കണം, 12 മണിക്കൂർ ലോങ് ഡ്യൂട്ടി, പൈസയൊക്കെ കിട്ടും. പക്ഷെ തിരിച്ചു വരുമ്പോൾ നടുവിന് വേദനയാണ്. എല്ലാവരും അക്കരെ കയറുന്ന വരെ ഈ പുരോഗതിന് ഇങ്ങനെ നിന്നു. ഇവരക്കരെ കയറി, മക്കളെ അക്കരെ കയറി.
എൻ്റെ ഭാവന പിന്നെയും പോയി. അക്കരെ കയറി എല്ലാ വീടുകളും നേരത്തെ കയറിയവർ പടുതയൊക്കെ വലിച്ചു കെട്ടി, എന്നിട്ട് കിടക്കാൻ തുടങ്ങി. ഭയങ്കര ക്ഷീണം. രാവിലെ ഇറങ്ങി നടന്നതല്ലേ. അമ്മ പറഞ്ഞു എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കാൻ പോവാ. കൊച്ചിനോട് പറഞ്ഞു ഉറങ്ങു കുഞ്ഞെ. എല്ലാവരും ഉറക്കി. ഇടയ്ക്കൊരു കൊച്ചു ഉണർന്നിട്ട് ചോദിച്ചു, മമ്മി എന്നാ മോനെ, മമ്മി എന്നാ മോനെ. ആ പാസ്റ്റങ്ങൾ നമ്മൾ വന്നപ്പോൾ അവിടെ നിൽപ്പില്ല, ഇപ്പോൾ എവിടെ ആയിരിക്കും? എൻ്റെ കുഞ്ഞ് ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കില്ല, എവിടെയെങ്കിലും നിൽക്കട്ടെ. പൊന്നുമോൻ രാജോ. അവരെല്ലാം ഉറങ്ങി. പക്ഷെ അപ്പോഴും ഉറങ്ങാത്ത ഒരു വീടുണ്ട്. അപ്പോഴും ഉറങ്ങാത്തൊരു വീടുണ്ട്. ആരുടെയാ? പാസ്റ്ററുടെയാ, പുരോഹിതൻ്റെ. കയറിയിട്ടില്ല. പിള്ളേർ ചോദിച്ചു അപ്പം എപ്പം വരും? വരും. വിളക്കണയാൻ ഒത്തിരി താമസിക്കും. ഈ എളിയവൻ എത്ര വീടുകളിൽ കിടന്നിട്ടുണ്ട്. കൊച്ചു പാസേജുകളിലൊക്കെ കിടക്കുമ്പോൾ ഞാൻ അർദ്ധരാത്രിയിൽ ഉണർന്നിട്ടുണ്ട്, ഭയങ്കര കരച്ചിൽ കേട്ട്. പഴയ പാസേജുകളിൽ അപ്പുറത്തെ മുറിയിലെ ബഹളം ഇപ്പുറത്ത് കേൾക്കാം. ഞാൻ ശ്രദ്ധിച്ചു. ഓരോ വീട്ടുകാരുടെയും പേര് പറഞ്ഞ് പാസ്റ്റപ്പച്ചനും അമ്മച്ചയും കൂടെ കരയുക. ഇങ്ങനെ ചില വിളക്കുകളൊക്കെ കത്തിപ്പിടിച്ചുണ്ട്. പലതിൻ്റെ വിളക്കുകൾ കെട്ടുപോകാൻ മറക്കരുതേ. ഒത്തിരി വിളക്കൊക്കെ ആക്സിഡൻറ്റിൽ കെട്ടുപോയേനെ. ഒത്തിരി വിളക്കൊക്കെ ഇപ്പോഴേ ഇല്ലാതായേനെ. പല വിളക്കുകളും കെടാഞ്ഞത് ഇതുപോലുള്ള ഇടയന്മാരിങ്ങനെ രാത്രി പ്രാർത്ഥിച്ചു. ഞങ്ങളെ ചിലപ്പം പറയും കൈ നനയാതെ മീൻ പിടിക്കും, ചുമ്മാതിരിക്കുക. പക്ഷേ ഏറ്റവും താമസിച്ച് കിടന്നു, ഏറ്റവും നേരത്തെ ഉണർന്നു. എല്ലാവരും നടന്നു കയറിയപ്പോഴും നിന്നുമൊക്കെ ആദ്യം ഇറങ്ങിയത് കൊണ്ടാണ് ഇന്ന് പല വിളക്കുകളും അണയാതിരിക്കുന്നുള്ള സത്യം മറക്കരുത്. അപ്പം വിളക്ക് കത്തിച്ച് നോക്കി നിൽക്കുന്നവനല്ല ആരാ? ഇടയൻ. ചൂലെടുക്കുന്ന എല്ലാം അമ്മ. നമ്മുടെ ലോകം ഒരു വല്ലാത്ത ലോകത്തിലേക്ക് പോവുകയാണ്. മിസ്രൈമിയ സ്ട്രാറ്റജി എന്താ? ബറവോ പറഞ്ഞു മക്കളെ കൊല്ലണം. പെർസെൻറ്റേജ് അവർ ടോട്ടൽ ലോസ്റ്റാണ് ഉദ്ദേശിച്ചത്. അവർ പറഞ്ഞു ആൺപിള്ളേരെ എല്ലാം എന്ത് ചെയ്തേക്കണം? കൊല്ലണം. എന്തിനാ ഇവർ ഈ ആൺപിള്ളേരെ കൊന്നേ? ഇവർക്കെന്നെ ഈ പെൺപിള്ളേരെ കൊല്ലാഞ്ഞേ? പെൺപിള്ളേരെ കൊല്ലാഞ്ഞതിന് കാരണമുണ്ട്. ഞങ്ങൾക്ക് ആരെ വേണം? പെണ്ണിനെ വേണം. പെണ്ണിനെ കെട്ടിക്കാൻ അവിടെ ഉദരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുണ്ടാകും. പക്ഷെ ആണെല്ലാം തൊലയട്ടെ, തൊലഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഇല്ലാതാകും. ഇതാണ് ഇന്നത്തെ സ്ട്രാറ്റജി. ആണിനെ ഒന്നീ ഡ്രഗ്സ് കൊടുക്കും, അല്ലെ ബൈക്കെ കയറ്റിക്കൊല്ലും. പെണ്ണിനെയെല്ലാം ഞങ്ങൾ കൊണ്ടുപോകും. ഈ സ്ട്രാറ്റജിക്ക് മുമ്പിൽ ഒരു മോശയുടെ അപ്പനും അമ്മയും നിന്ന് പറഞ്ഞു ഞങ്ങൾക്കതിന് മക്കളില്ല. 50% പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് കൃത്യമായ പദ്ധതികളുടെ പ്ലാൻ കൂടെ സ്ട്രാറ്റജികൾ ആവിഷ്കരിച്ച് വരുമ്പോൾ 3 കൂട്ടരങ്ങ് എഴുന്നേക്കും. ഒരപ്പനും ഒരമ്മയും ഒരിടയനും കൂടെ. ഇവർ 3 കൂടെ എഴുന്നേറ്റാൽ ഒന്നിനെയും വിട്ടുകൊടുക്കത്തില്ല. ഒന്നിനെയും വിട്ടുകൊടുക്കത്തില്ല. ഒന്നിനെയും വിട്ടുകൊടുക്കത്തില്ല. ഒന്നിനെയും വിട്ടുകൊടുക്കത്തില്ല. ഒന്നിനെയും വിട്ടുകൊടുക്കത്തില്ല. ഒറ്റ മിനിറ്റ് പ്രാർത്ഥിക്കാം. ഞാൻ ചോദിച്ചോട്ടെ, ചേട്ടനാകേണ്ടവരെല്ലാം, ചേട്ടനോ ചേച്ചിയോ ആയി എനിക്ക് ജീവിച്ചാൽ മതി എന്നുള്ളവരെല്ലാം ഒന്ന് കൈപൊക്കി. എനിക്കൊരു ചേട്ടനാകണം, എനിക്കൊരു ചേട്ടനാകണം. ആർക്കെങ്കിലും ആണോ? ചേട്ടനാണെങ്കിൽ ഇന്നും മാനസാന്തരപ്പെട്ടോണം. ചേച്ചിമാരെല്ലാം അമ്മയാകണം, ചേട്ടന്മാരെല്ലാം അപ്പനാകണം. എനിക്കൊരപ്പനാകണം, എനിക്കൊരമ്മയാണ്. ഒന്നും പോവല്ലേ, ഒന്നും പോവല്ലേ. ദാവീദൊക്കെ പറയുന്നല്ലേ, ഞാൻ പിടിച്ച് പുറകെ പോയി വായിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് വന്നു. ഇതുപോലെ നമുക്ക് പിടിച്ചു മേടിക്കാൻ 3 പേര് ഒരുമിക്കണം. അപ്പൻ, അമ്മ, ഇടയൻ. അങ്ങനെ ആഗ്രഹിക്കുന്നവർ എനിക്കൊരപ്പൻ്റെ ഹൃദയം തരണേ, ഒരമ്മയുടെ ഹൃദയം തരണേ. ആഗ്രഹിക്കുന്നവരൊന്ന് കരമുയർത്തിക്കേ. ഇത്രയും പേര് ഒന്നിച്ചാൽ എവിടെങ്കിലും പോകുമോ? അല്ല, കരം താത്തട്ടെ. ഒരു ചോദ്യം എളിവൻ ചോദിച്ചോട്ടെ. കുടുംബങ്ങളായി വന്നവരൊന്ന് കരം ഉയർത്തിക്കേ. കുടുംബങ്ങളായി വന്നവർ ഒറ്റ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്നേ. കുടുംബങ്ങളെല്ലാം ഒന്ന് കരം കോർത്തേ. കുടുംബങ്ങൾ, നിങ്ങളുടെ പങ്കാളികളോടൊപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെ കൂടെ വിളിച്ച് ലെറ്റ് എവരി ഫാമിലി ജോയിൻ യുവർ ഹാൻഡ്സ് ടുഗദർ വിത്ത് യുവർ ചിൽഡ്രൻ ഇഫ് യുവർ ചിൽഡ്രൻ ആർ ഹിയർ. പെട്ടെന്ന് സമയം കളയരുത്, അന്തരീക്ഷം പോകരുത്. പ്രാർത്ഥിച്ചേ. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി
ലോകം ആദരിക്കുന്ന ഒരു ഇടയനുണ്ട്. ആത്മഭാരത്തോടെ ഈ ഉപവാസ പ്രാർത്ഥന എല്ലാ വർഷങ്ങളും ക്രമീകരിക്കുമ്പോൾ നിരന്തരമായ പ്രാർത്ഥന ഒന്നും പോകാതിരിക്കാനാ. നമുക്ക് ഒരു ഇടയൻ്റെ ആർദ്രതയോടെ ഇതിനെല്ലാം മേടിക്കണം പ്രിയരെ. ഒന്നിനെ നമുക്ക് കളയരുത്, ഒന്നിനെ നമ്മൾ വിടത്തില്ല, ഒന്നിനെയും വിടത്തില്ല. പോയെന്ന് ആര് പറഞ്ഞാലും അപ്പം പറയും, എവിടെ പോനാ? വരും വരും വരും. ഞാനിതൊക്കെ കേട്ടിട്ടുണ്ട്. എങ്ങനെ അച്ചായ പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ എവിടെ പോകാനാന്നേ? എങ്ങും പോത്തില്ലെന്നേ, ഇവിടെ വരുമെന്നൊക്കെ പറയുന്ന അപ്പന്മാരെ എല്ലാം വന്നു, പഞ്ചപുച്ച അടക്കി തിരിച്ചു വന്നു. അതാണ് ഈ അപ്പൻ്റെ വിശ്വാസം. എവിടെ പോയാലും വരും. പ്രാർത്ഥിക്കാം, പ്രാർത്ഥിച്ചേ. ആ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങളുടെ അടുത്ത് നിൽപ്പുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചേ, കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. ആ കൊച്ചുങ്ങളെയെല്ലാം കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച്, ആ കുഞ്ഞുങ്ങളെയെല്ലാം കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ച്. ഒന്നിനും കളയല്ല. നമുക്ക് നിങ്ങളെല്ലാം പിടിച്ചെടുത്ത് ഇങ്ങനെ കൊണ്ടുവരണം. എന്നിട്ട് അവർ പറയും, ഐ വാസ് ലോസ്റ്റ് ബട്ട് നൗ ഐ ഫൗണ്ട്. ഐ വാസ് ലോസ്റ്റ് ബട്ട് നൗ ഐ ഫൗണ്ട്. ഞാൻ നഷ്ടപ്പെട്ടവനായിരുന്നു, പക്ഷെ എനിക്കിപ്പം കിട്ടിയെന്നെ. എങ്ങനെയാണ് നിന്നെ കിട്ടിയത്? അവർ പറയും, എനിക്കിങ്ങനെ ഒരു അപ്പനുണ്ടായിരുന്നു, പിന്നെ എൻ്റെ സഭയ്ക്ക് ഇങ്ങനൊരു ഇടയനുണ്ടായിരുന്നു, എൻ്റെ ഏരിയയിൽ ഇങ്ങനൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു കണ്ടു കണ്ടു. രാത്രിയിലൊക്കെ 3 മണിക്കും 4 മണിക്കും പേരും പ്രശസ്തിയൊന്നും ഇല്ലാത്ത കരയുന്ന ഉപദേശിമാരെ, ഓരോ കുഞ്ഞിനു വേണ്ടി. അപ്പോഴും അവരാരും അറിഞ്ഞില്ല ഇവരിങ്ങനെ ഉണർന്നിരിക്കുക. ഒറ്റയ്ക്കിരിക്കുന്നവരെല്ലാം ചേർന്ന് കരങ്ങളെ കോർത്ത് പിടിച്ചാട്ട് നിങ്ങളാരും തനിച്ചിരിക്കരുത്, പ്രാർത്ഥിക്കുക. ദൈവത്തെ ഓർത്ത് ആർക്കും ചേട്ടൻ്റെ സ്വഭാവം ഉണ്ടാകല്ലേ. ഒരാൾ പോലും അറിയാതെ പോലും ചേട്ടനാകല്ലേ. കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കൊന്നുപോലും പോവല്ലേ കർത്താവേ. ഒന്നുപോലും ബൈക്ക് ആക്സിഡൻറ്റിൽ പെടല്ലേ കർത്താവേ. ഒന്നുപോലും കർത്താവേ പാരലൈസായി പോവല്ലേ, ബെഡ്ഡനായി പോവല്ലേ, ഒന്നുപോലും അഡിക്റ്റായി പോവല്ലേ, ഒന്നുപോലും പ്രണയക്കുരുക്കിപ്പെട്ട് ഇറങ്ങി പോവല്ലേ കർത്താവ്. ഞങ്ങളിന്ന് വിളക്ക് കത്തിക്കുന്നു. അവരെവിടാണെങ്കിലും ഞങ്ങളിപ്പോൾ ഇവിടുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ ചൂലിൻ്റെ അറ്റ അവരെ സ്പർശിക്കണേ, ചൂലിൻ്റെ അറ്റ അവരെ സ്പർശിക്കണേ. അവരെവിടാണെങ്കിലും ഇപ്പോൾ അവരെ തൊടണേ, ഇപ്പോൾ അവരെ തൊടണേ. അധുന റബന അദന റിഗന, ഞങ്ങൾ ആത്മാവിൽ ഇവരെ ചേർത്ത് പിടിക്കുന്ന കർത്താവേ. ഇവിടെ ഉള്ളതും ഇല്ലാത്തതുമായ മുഴുവൻ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. യൂറോപ്പിൽ പഠിക്കാൻ പോയ മക്കളെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, UK പഠിക്കാൻ പോയ മക്കളെ, കാനഡയിൽ പോയ മക്കളെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പല സ്ഥലങ്ങളിൽ പഠിക്കുന്നു, പ്രത്യേകിച്ച് ഈ ബാംഗ്ലൂർ പട്ടണത്തിലുള്ള മുഴുവൻ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാദേശിക സഭകളിലുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഒന്നുപോലും പോകരുത്. യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾക്കില്ല കർത്താവേ. ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ട കഥകൾ പറയണ്ട. ഇന്ന കുഞ്ഞ് പോയി, ഇന്നാര് പോയെന്ന് പറയാൻ ഞങ്ങൾക്ക് വാക്കുകളില്ല. ഞങ്ങൾ ആ കഥകളുടെ പ്രചാരകരല്ല. ഞങ്ങൾ തിരിച്ചു പിടിച്ച സാക്ഷ്യങ്ങളുടെ പ്രചാരകരാണ്. ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ പ്രചാരകരാണ്. ഞങ്ങൾ തേടിപ്പോകും, ഞങ്ങൾ കണ്ടെത്തും, ഞങ്ങൾ മടക്കിയെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ മടക്കിയെടുക്കോ, ഞങ്ങൾ തിരിച്ചു പിടിക്കോ. ഒന്നിനെയും കളയാതെ അപ്പന്റെ ആർദ്രതയോടെ, അമ്മയുടെ കർത്താവെ മനസ്സോടെ, ഇടയന്റെ തീഷ്ണമായ പ്രാർത്ഥനാനുഭവത്തോടെ 3 പേരും ചേർന്ന് കർത്താവെ ഞങ്ങൾ മടക്കി പിടിക്കോ, എല്ലാത്തിനെയും മടക്കി പിടിക്കോ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭകളിൽ സാക്ഷ്യം പറയും, once I was lost but now I found എന്ന് പറയുന്ന സാക്ഷ്യങ്ങളുമായി എഴുന്നേക്കട്ടെ. റിഗന ഹദന റിഗന രഗന രഗല രഗജ അധുനി റിഗന റിബന ഹദന റിഗന രഗജ രഗന
ഹത്ത രഗജ അന്ത രഗജ രഗന ശകന ധികന രഗജ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ആ കുഞ്ഞുങ്ങളെല്ലാം ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച്, ഇവിടെ ഇല്ലാത്ത മക്കളെല്ലാം മനസ്സുകൊണ്ട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ എവിടെയാണോ ഇന്ന് ബഥേലേജി ചർച്ച ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അവരെവിടെയാണോ അവിടെ അവരെ ഈ പ്രാർത്ഥന സ്പർശിക്കട്ടെ. അവിടെ അവരെ ഈ പ്രാർത്ഥന സ്പർശിക്കട്ടെ. യേശുവേ 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 വരും കർത്താവേ. ആ അപ്പനൊരു കാളക്കുട്ടിയെ വളർത്തി എൻ്റെ മോൻ വരും 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 വരും. ഇടയ്ക്കിടയ്ക്ക് പോയി ആ കാളക്കിടാവിനെ ഒന്ന് തൊട്ടു. എടാ എൻ്റെ കുഞ്ഞ് വരും, അന്ന് ഞാൻ നിന്നെ അറക്കും. പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. നിരാശകളെല്ലാം മാറ്റണേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണേ. ഞങ്ങൾക്ക് 3 കൂട്ടർ ഒരുമിക്കുന്നതാകട്ടെ സഭ. ചേട്ടന്മാരില്ലാതാകട്ടെ, ചേട്ടന്മാരില്ലാതാകട്ടെ. ചേട്ടന്മാരെല്ലാം മാനസാന്തരപ്പെടട്ടെ. എല്ലാ ചേട്ടന്മാരും മാനസാന്തരപ്പെടട്ടെ. എല്ലാ ചേട്ടന്മാരും മാനസാന്തരപ്പെടട്ടെ. എല്ലാ ചേട്ടന്മാരും മാനസാന്തരപ്പെടട്ടെ. എല്ലാ ചേട്ടന്മാരെയും ദൈവം അടി കൊടുത്ത് മാനസാന്തരപ്പെടുത്തണമേ. ദൈവം നല്ല അടി വെച്ച് കൊടുത്ത് മാനസാന്തരപ്പെടണമേ. അവരെ മാനസാന്തരപ്പെടുത്തി അപ്പൻ്റെ ഹൃദയം കൊടുക്കണേ. അപ്പൻ്റെ ഹൃദയം കൊടുക്കണേ. അപ്പൻ്റെ ഹൃദയം കൊടുക്കണമേ. അമ്മയുടെ ഒരു ചൂരേൽപ്പിക്കണേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ ആത്മാർത്ഥമായി അവിടുത്തോട് ഒരിക്കൽ പോലും ഞങ്ങൾക്കൊരു ചേട്ടൻ്റെ ഭാവം തരല്ലേ. ഞങ്ങൾക്ക് അപ്പനായാൽ മതി, ഞങ്ങൾക്ക് ഇടയനായാൽ മതി. ആ ഹൃദയം ഞങ്ങൾക്ക് തന്നാട്ട്, അപ്പൻ്റെ ഹൃദയം. പിന്നെ ഒന്നിനെ ഇങ്ങനെ തേടി 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 പോകുന്ന ഇടയൻ്റെ ഹൃദയം. തീത്തോസിനെ കാണാഞ്ഞിട്ട് മനസ്സിന് സ്വസ്ഥതയില്ലായികയാൽ അന്വേഷിച്ച് പോയെന്ന് പറയുന്ന പോലൊരു ഹൃദയം ഞങ്ങൾക്ക് തരണേ, തരണേ, തരണേ അപ്പ, തരണേ. എല്ലാവരും കൈകളിൽ ചൂലെടുക്കുന്ന അമ്മമാരാകണേ. വിളക്ക് കത്തിക്കണം. ഇത് ഉപവാസ പ്രാർത്ഥനയാണല്ലോ. തപ്പട്ട കർത്താവേ, അടിച്ചു വാരി ചൂല് കണ്ടെത്തും ഒരു ദ്രമ്യം പോലെ. 100% കർത്താവെ നിൻ്റെ വരവെങ്കിലും എടുക്കപ്പെടത്തക്കവണ്ണം കൊണ്ട് പ്രസൻറ്റ് ചെയ്യുവാൻ ഇതാ അങ്ങ് ഞങ്ങൾക്ക് തന്ന മക്കളും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനെയും ദൈവസന്ധി കൊണ്ടെത്തിക്കുക. അവരെല്ലാവരും സിയോനിൽ ദൈവസന്ധി ചെന്നെത്തിയെന്നുള്ള വചനം പോലെ എല്ലാവരെയും കൊണ്ടെത്തിക്കുക. മുമ്പിൽ നടക്കുക. എല്ലാവരും കയറിപ്പോയപ്പോഴും പെട്ടകം ചുമന്നോട്ട് നിൽക്കുക. പെട്ടകം ചുമന്നോട്ട് നിൽക്കുക. പെട്ടകം ചുമന്നോട്ട് നിൽക്കുക. കൃപയും ശക്തിയും തന്നാട്ട് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അപ്പനായ അമ്മ ഇടയൻ, ചേട്ടൻ എന്ന ഭാവം വേണ്ടാതെ അപ്പൻ്റെ പ്രത്യാശ, അമ്മയുടെ ആ പ്രാർത്ഥന, ഇടയൻ്റെ ആ തേടിപ്പോക്ക്, കരം കോർക്കാം. അപ്പൻ, അമ്മ, ഇടയൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാവരും പറഞ്ഞാട്ട്. നഷ്ടങ്ങളുടെ കഥകൾ ഞങ്ങൾക്ക് പറയണ്ട. മടക്കിപ്പിടിച്ചതിൻ്റെ കഥകൾ, മടക്കിപ്പിടിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ, മടക്കിപ്പിടിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ, മടക്കിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ, മടക്കിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നഷ്ടപ്പെട്ട ഒത്തിരി പേർക്ക് വേണ്ടി കരയുമ്പോൾ, ഉപവാസം കഴിയുമ്പോൾ കുറേ സാക്ഷ്യങ്ങളുമായിട്ട് എഴുന്നേക്കട്ടെ. മടക്കിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ, മടക്കിപ്പിടിച്ചതിൻ്റെ സാക്ഷ്യങ്ങൾ, മടക്കിപ്പിടിച്ചതിൻ്റെ കരങ്ങൾ അടിച്ച് അപരങ്ങൾ തുറന്ന് ആത്മാവിൽ സ്തുതിച്ച് മടക്കിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ. രഗനം ധികനം രഗതം ദഗനം ധാരം ധേരം ശോനം ഹത്തം അർക്കന ഹന്തം ഋഗതരന്തം. എല്ലാവരും സ്തുതിച്ച് ആരാധിച്ചാട്ട്. മടക്കിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ, മടക്കിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ, മടക്കിയെടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ, തേടിപ്പോയതിൻ്റെ